ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് മാത്സിലെ വെക്ടേഴ്സിൻ്റെ കുറച്ച് കോൺസെപ്റ്റ്സ് ആണ്. വെക്ടേഴ്സിൻ്റെ അഡീഷൻ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ബേസിക് മാത്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പഠിപ്പിക്കുന്ന മാത്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിസിക്സിൻ്റെ ഈ കോഴ്സ് ത്രൂ ഔട്ട് ഉപയോഗിക്കാനുള്ള സാധനങ്ങളാണ്. ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ വെക്ടേഴ്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടെങ്കിൽ വെക്ടേഴ്സിൻ്റെ ഇതിൽ എന്താ പറയുക, വെക്ടേഴ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാനുള്ളതല്ല. നേരെ മറിച്ച് വെക്ടേഴ്സിൻ്റെ ആ ഒരു കോൺസെപ്റ്റ് ഈ ഫിസിക്സിൻ്റെ സിലബസിൽ ഉടനീളം ഉപയോഗിക്കേണ്ട സാധനമാണ് മനസ്സിലാക്കുക. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്ടേഴ്സിൻ്റെ അഡിഷൻ ആണെന്ന് പറഞ്ഞത്. ഫസ്റ്റ് നമ്മൾ വെക്ടേഴ്സിൻ്റെ കോൺസെപ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സ്കേലാർ നമുക്കറിയാം, അതായത് ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള സാധനം. വെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു സ്കേലാറിന് ടിപ്പിക്കലായിട്ട് എക്സാമ്പിൾ പറയുന്നതാണ് മാസ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു 5 കിലോഗ്രാം മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്താ ഒരു 2 kg ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ എത്ര മാസ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, 7 കിലോഗ്രാം എന്ന് പറയും. അതായത് ജസ്റ്റ് നമ്മൾ ആഡ് ചെയ്താണ്. നേരെ മറിച്ച് നമ്മുടെ അടുത്തൊരു സിറ്റുവേഷൻ, അതായത് ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു മാസുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരാൾ ഈ ഒരു ഡയറക്ഷനിൽ ഒരു 5 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് പുൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ ഒരു 3 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് പുൾ ചെയ്യുന്നുണ്ട്. അപ്പം ഈ കേസിൽ നമ്മളോട് ചോദിച്ച് ഈ ഒരു ബ്ലോക്ക് എന്താ പറയുക, ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യാന്ന് ചോദിച്ച്. പിന്നാണ് ചോദിച്ച് ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ കേസിൽ നമ്മൾ രണ്ട് എന്താ പറയുക, ഫോഴ്സ് ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നു. അതായത് ഫോഴ്സ് ആഡ് ചെയ്യുന്ന പറയുമ്പം ഇവിടെ എന്താണ്, രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്താ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഈ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സ്കേലാർ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ ആണ്. അപ്പോൾ സ്കേലാർ ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ നമ്മൾ ജസ്റ്റ് എന്താക്കിയത്, നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്താൽ മതി. നേരെ മറിച്ച് നമുക്കൊരു സിറ്റുവേഷനിൽ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ സ്കേലാർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യാൻ പറ്റൂല. നേരെ മറിച്ച് എന്താണ്, ചില റൂളുണ്ട്. അവിടെ വെക്ടേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ചില റൂളുണ്ട്. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വെക്ടേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് രണ്ട് റൂളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകുക. ഒന്ന് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷനും. നമുക്ക് എന്താക്കുക, ട്രയാങ്കുലർ ലോ ഒന്ന് ജസ്റ്റ് ബിഗിൻ ചെയ്യാം. അപ്പം ഒന്നാമത്തേതാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. അതായത് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ. ഇത് നമുക്ക് അറിയാം, നമ്മൾ പിന്നെ എ എന്ന് പറഞ്ഞൊരു വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുക എങ്ങനെ, ഈ ഒരു ലൈനിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈനിന്റെ ലെങ്ത് ആണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ആരോ പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ് ആ വെക്ടറിന്റെ ഡയറക്ഷൻ. അപ്പം വെക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുള്ള സാധനമാണെന്ന് മനസ്സിലാക്കുക. അപ്പം ഈ വെക്ടർ എ എന്ന് പറഞ്ഞൊരു വെക്ടർ, സിമിലർലി ബി എന്ന് പറഞ്ഞൊരു വെക്ടർ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനാണ് എ പ്ലസ് ബി എന്ന് പറയുന്നത്. എൻ്റെ ടെയിലിന് ബിൻ്റെ ഹെഡിലോട്ട് എന്തായിരിക്കും ജോയിൻ ചെയ്ത് വെച്ചാൽ ഈ ഒരു ലൈൻ ആയിരിക്കും എ പ്ലസ് ബി എന്ന് പറയുന്നത്. വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വെക്ടർ എൻ്റെ ടെയിലിന് വെക്ടർ ബിൻ്റെ ഹെഡിലേക്ക് ജോയിൻ ചെയ്ത ഈ ലൈനാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഈ ഒരു ആരോൻ്റെ ഡയറക്ഷനിലാണ് ആ റിസൾട്ടൻ്റെ ഡയറക്ഷൻ വരിക. അതായത് വെക്ടർ എയും വെക്ടർ ബിയും കൂട്ടിയ ഇതിൻ്റെ ഡയറക്ഷൻ വരിക. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ലെങ്ത് ആണ് വരിക. അപ്പം ഇപ്പം നേരെ മറിച്ച് എന്താ പറയുക, ഒരു ജനറൽ കേസിൽ നമുക്ക് രണ്ട് വെക്ടർ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഒരു വെക്ടർ എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ. അപ്പോൾ ആ കേസിൽ ട്രയാങ്കുലർ ലോ പ്രകാരം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സാധനത്തിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് എന്താക്കുക, സ്ലൈഡ് ചെയ്തിങ്ങനെ ഇതിൻ്റെ ടെയിൽ എന്താക്കുക, എൻ്റെ ഹെഡ് കൊണ്ടുപോയേക്കുക. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഇതിങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാണ്ട് എൻ്റെ ടെയിലിൻ്റെ ഹെഡ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഇത് ബി ആണ്, ബീൻ്റെ ടെയിൽ എന്തായി, എൻ്റെ ഹെഡ് കൊണ്ടുവച്ച്, അപ്പോൾ ഇവിടെ ബി ഉണ്ടാവും. അപ്പോൾ എന്താക്കുക, എൻ്റെ ടെയിലിന് ബീൻ്റെ ഹെഡിലോട്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്തിട്ടും, വെക്ടർ എ പ്ലസ് വെക്ടർ ബി കിട്ടും. അപ്പോൾ ഇതാണ് ട്രയാങ്കുലർ ലോ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടെ നമുക്ക് അതായത്
ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ്. വെക്ടർ ബി എന്ന് പറയുന്നത് എന്താ, ഈ ഒരു ട്രയാങ്കിളിൻ്റെ സൈഡാണ്. വെക്ടർ എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, അത് ട്രയാങ്കിളിൻ്റെ മറ്റൊരു സൈഡാണ്. അപ്പോൾ ആക്ച്വലി ഈ വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഈ വെക്ടേഴ്സ് എല്ലാം ട്രയാങ്കിളിൻ്റെ സൈഡായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിങ്ങാൻ അതിൻ്റെ ഓരോ എന്താ പറയുക, ഇത് എന്ന് പറയുന്ന വെക്ടർ ഒരു വെക്ടർ, ഇത് വെക്ടർ മറ്റേ വെക്ടർ, ഇത് പറയുന്നെങ്കിൽ രണ്ട് വെക്ടർ ആഡ് ചെയ്ത്. അപ്പം ആ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും എന്താ, ഒന്നെങ്കിൽ ആ വെക്ടർ അല്ലെങ്കിൽ ആ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ച്വലി നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ സൈഡിൻ്റെ മെഷർമെൻ്റ് ആണ് ആക്ച്വലി നമ്മൾ വെക്ടർ ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്ടർ എ എന്ന് പറഞ്ഞൊരു വെക്ടർ, ബി എന്ന് പറഞ്ഞൊരു വെക്ടർ, ഇതാണ് എന്ത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ആംഗിൾ അറിയാമെന്ന് വിചാരിച്ചോ, ഈ ഒരു ആംഗിൾ അറിയാം, അല്ലെങ്കിൽ എന്താ പറയുക, അല്ലെങ്കിൽ ഈ ഒരു ആംഗിൾ അറിയാമെന്ന് വിചാരിച്ചോ. അല്ലെങ്കിൽ നമ്മൾ ടിപ്പിക്കലി നമ്മൾ എന്താ പറയല്, എൻ്റെയും ബീൻ്റെയും ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുക. അപ്പോൾ എൻ്റെയും ബീൻ്റെയും ഇടയിലുള്ള എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ നെഗറ്റീവ് വരച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും. ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം, എൻ്റെ ബീൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താ, ഈ ഒരു തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ആംഗിളാണ്. അപ്പം ഈ ആംഗിൾ എത്ര വരും, ഇത് മൊത്തം 180 കൊണ്ട് 180 മൈനസ് തീറ്റ എന്ന് വരും. അപ്പം ഇവിടെ നമുക്ക് ഇപ്പോൾ വെക്റ്റർ എ അറിയാമെന്ന് വിചാരിച്ചോ, വെക്റ്റർ ബി അറിയാമെന്ന് വിചാരിച്ചോ, അതായത് ഈ ലെങ്ത്തും അറിയാം, ഈ ലെങ്ത്തും അറിയാം, ഇനി അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ തീറ്റ അതിനെ കൊണ്ട് എന്താ പറയുക, ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ട്രയാങ്കിളിൻ്റെ ഈ ആംഗിൾ എത്ര, 180 മൈനസ് തീറ്റ എന്ന് പറയാം. എന്നിട്ട് നമുക്ക് എന്താക്കി ഈ ഒരു ഇത് ചോദിച്ചു. അപ്പോൾ ഈ സൈഡാണ് നമുക്ക് എന്താ റിസൾട്ടൻ്റ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കുലർ, അതായത് രണ്ട് വെക്ടർ ആഡ് ചെയ്യേണ്ട കേസിൽ നമ്മൾ ട്രയാങ്കുലർ ലോ ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ ട്രയാങ്കിളിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ എന്താണ്, ട്രിഗണോമെട്രി ആണ്. അപ്പം വെക്ടറിൻ്റെ പ്രോബ്ലത്തിൽ രണ്ട് വെക്ടറാണ് നമ്മളെ കേസിലുള്ളതെങ്കിൽ അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വെക്ടർ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡും റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡ് ഒരു ട്രയാങ്കിൾ കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ ആ കേസിൽ നമുക്ക് ട്രിഗണോമെട്രിയിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന രണ്ട് പ്രോപ്പർട്ടി ഉണ്ട്, രണ്ട് ഐഡൻറ്റിറ്റി ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. അത് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ ക്യാപിറ്റൽ എ, ഈ ആംഗിൾ ക്യാപിറ്റൽ ബി, ഈ ആംഗിൾ ക്യാപിറ്റൽ സി ആയി വിചാരിച്ചോ. എൻ്റെ ഓപ്പോസിറ്റിൽ സ്മോൾ എ, ബീൻ്റെ ഓപ്പോസിറ്റിൽ സ്മോൾ ബി, സീൻ്റെ ഓപ്പോസിറ്റിൽ സ്മോൾ സി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത് സൈൻ റൂൾ ഉണ്ട്, അതായത് സൈൻ ഓഫ് ആംഗിൾ എ ഡിവൈഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് എ ഈക്വൽ ടു സൈൻ ഓഫ് ആംഗിൾ ബി ഡിവൈഡ് ബൈ അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ബി ഈക്വൽ ടു സൈൻ ഓഫ് ആംഗിൾ സി ഡിവൈഡ് ബൈ ഓപ്പോസിറ്റുള്ള സൈഡ് സി എന്ന് പറയാം. ഇതാണ് ഒരു ഐഡൻറ്റിറ്റി. ഇനി അതായത് എന്താ പറയുക, മൂന്ന് ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡും എങ്ങനെ റിലേറ്റ് ചെയ്യുന്നതാണ് ഈ ഐഡൻറ്റിറ്റിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. അതായത് ഓരോ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡിലുള്ള അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ ലെങ്ത്തും തമ്മിലുള്ള റിലേഷനാണ് ഇത്. ഇനി നമുക്ക് ഒരു സിറ്റുവേഷൻ വന്നത് ട്രയാങ്കിൾ, അതായത് കൊസൈൻ റൂൾ എപ്പോഴാണ് ഉപയോഗിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സൈഡ് അറിയാം, എയും ബിയും അറിയാം, അതിൻ്റെ ഇടയിലുള്ള ആംഗിളും അറിയാം. എന്നിട്ട് ചോദിച്ചു മൂന്നാമത്തെ സൈഡ്, അതായത് സി എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ ആ കേസിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സി സ്ക്വയർ ഈക്വൽ എന്താ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ രണ്ട് സൈഡിൻ്റെ സ്ക്വയർ ആഡ് ചെയ്യുക, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 എന്ത് വരും, എ ഇൻറ്റു ബി ഇൻറ്റു എൻ്റെയും ബീൻ്റെ ഇടയിലുള്ള ആംഗിളിൻ്റെ കോസ്. അപ്പം ഇതാണെന്ത് അടുത്തൊരു ഐഡൻറ്റിറ്റി, ഇതാണെന്ത് ഫസ്റ്റ് ഐഡൻറ്റിറ്റി, മറ്റേ രണ്ടാമത്തെ ഐഡൻറ്റിറ്റി. അപ്പോൾ വെക്ടേഴ്സിൻ്റെ കേസിൽ നിങ്ങൾ ചിലപ്പം ട്രയാങ്കിളിനെ ജോമെട്രിക്കലി ആണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ എന്താണോ ഈ രണ്ട് റിലേഷൻ ചിലപ്പോൾ എന്താവാം ഉപയോഗിക്കേണ്ടി വരാം. അപ്പോൾ ഇതെന്താക്കുക ഒന്ന് പഠിക്കാം. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആംഗിളും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും തമ്മിലുള്ള റിലേഷനാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് സൈഡ് അറിയാം, അപ്പോൾ ഇപ്പോൾ വെക്ടർ എയും വെക്ടർ ബിയും അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ അറിയെങ്കിൽ മൂന്നാമത്തെ സൈഡ് അല്ലെങ്കിൽ റിസൾട്ടൻ്റ് കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് എന്ത്, ഈ സാധനം. അങ്ങനെ ജനറലൈസ് ചെയ്യേണ്ട, അതായത് ജനറലൈസ് ചെയ്യണമെങ്കിൽ രണ്ട് സൈഡും അതിൻ്റെ ഇടയിലുള്ള ആംഗിളും അറിയെങ്കിൽ മൂന്നാമത്തെ സൈഡ് കാണാൻ ഉപയോഗിക്കുന്ന സാധനമാണിത്. അപ്പം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ മൂന്നാമത്തെ സൈഡ് കാണണമെങ്കിൽ മൂന്നാമത്തെ സൈഡും കിട്ടി, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളും കിട്ടി. ഈ സൈഡ് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ വെച്ച് ഞാൻ എന്താക്കുക, ഈ ആംഗിൾ കണ്ടുപിടിക്കുക, ഈ റിലേഷൻ വെച്ച് ഈ ആംഗിളും കണ്ടുപിടിക്കാം. അപ്പം നിങ്ങൾ പറഞ്ഞു വന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വെക്ടർ അഡീഷൻ ആണ് പറഞ്ഞു വന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ട്രയാങ്കുലർ ലോ ആണ് പറഞ്ഞത്. അപ്പോൾ ട്രയാങ്കുലർ ലോയിൽ നമ്മൾ പറഞ്ഞത് രണ്ട് വെക്ടറിൻ്റെ കേസിലാണ് നമ്മൾ ട്രയാങ്കുലർ ലോ ഉപയോഗിക്കുക. എ എന്ന് പറഞ്ഞ വെക്ടറുണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടറുണ്ട്, അതിൻ്റെ റിസൾട്ടൻ്റ് കാണാനാണ് ട്രയാങ്കുലർ ലോ ഉപയോഗിക്കുക. അപ്പം
അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ജനറലി സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 2 ഐഡൻറ്റിറ്റിയാണ്. ഒന്നെങ്കിൽ ഈ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഈ ഐഡൻറ്റിറ്റി. ഈ ഒരു സാധനം എന്താക്കുക ഓർക്കുക. ഇനി അപ്പോൾ ഇത് 2 വെക്ടറിൻ്റെ കേസാണ്. അപ്പോൾ ഇനി നമുക്ക് എന്ത് പറഞ്ഞു, കുറേ വെക്ടർ ആഡ് ചെയ്യേണ്ട കേസ് വന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, മറ്റേ വെക്ടർ ഇങ്ങനെ ഉണ്ട്, മൂന്നാമത്തെ വെക്ടർ ഇങ്ങനെ ഉണ്ട്, നാലാമത്തെ വെക്ടർ ഇങ്ങനെ ഉണ്ട്. ഇത് ഫസ്റ്റ് വെക്ടർ, ഇത് സെക്കൻഡ് വെക്ടർ, ഇത് തേർഡ് വെക്ടർ, ഇത് ഫോർത്ത് വെക്ടർ. അപ്പോൾ ഈ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലോ ആണ് എന്ത്, പോളിഗൺ ലോ എന്ന് പറയുന്നത്. അതായത് ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത് എന്താ, പോളിഗൺ ലോൻ്റെ ഏറ്റവും എന്താ പറയുക ബേസിക് ആയിട്ടുള്ള സാധനം. അതായത് ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത് പോളിഗൺ ലോൻ്റെ എന്താ പറയുക സിംപ്ലസ്റ്റ് കേസാണെന്ന് പറയാം. അപ്പം പോളിഗൺ ലോ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ പോളിഗൺ ലോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ഫസ്റ്റ് വെക്ടർ കൊടുക്കുക, സെക്കൻഡ് വെക്ടർ ഇങ്ങനെ വിചാരിച്ചോ, തേർഡ് വെക്ടർ ഇങ്ങനെ വിചാരിച്ചോ, ഫോർത്ത് വെക്ടർ ഇങ്ങനെ വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ 1 + 2 + 3 + 4 എന്ന് പറയുന്നത് 1നോടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 1ൻ്റെ ടെയിലിന് 4 വരെ എന്താക്കുക, 4ൻ്റെ ഹെഡിലോട്ട് എന്താക്കുക കണക്ട് ചെയ്യുക. അപ്പം ഈ ഒരു സാധനമായിരിക്കും എന്ത്, നമ്മളെ 1 + 2 + 3 + 4 എന്ന് പറഞ്ഞ വെക്ടർ. അപ്പോൾ ഈ ഒരു ലെങ്ത് ആയിരിക്കും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പം പോളിഗൺ ലോ പറയുന്നത് എന്താ, ആക്ച്വലി എന്താണ്, ഇതന്നെയാണ് എന്ത് നമ്മൾ ട്രയാങ്കുലർ ലോയും ചെയ്യുന്നത്. കാരണം എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, ബി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, എൻ്റെ ഇടയിൽ എന്താക്കുക മറ്റേൻ്റെ ഹെഡിലോട്ട് യോജിപ്പിക്കുക. അപ്പോൾ എന്ത് കിട്ടും, എ + ബി കിട്ടും. അപ്പോൾ അതന്നെയാണ് എന്ത് ഇവിടെയും ചെയ്യുന്നത് മനസ്സിലാക്കുക. അപ്പം ഇതാണ് പോളിഗൺ ലോ എന്ന് പറയുന്നത്. അപ്പോൾ വെക്ടേഴ്സിൻ്റെ അഡീഷനിൽ നമ്മൾ ഈ 2 ലോ ആണ് പഠിച്ചത്. ഒന്ന് എന്താണ്, ഒന്ന് ട്രയാങ്കുലർ ലോ, രണ്ടാമത്തേത് എന്ത് പോളിഗൺ ലോ. ഇപ്പോൾ ട്രയാങ്കുലർ ലോയിൽ നമ്മൾ ചെയ്യുമ്പം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾക്ക് എന്താക്കാം, ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും. ഇനി അടുത്തതാണ് എന്ത്, ഒന്ന് കൂടുതൽ വെക്ടർ വരികയാണെങ്കിൽ നമ്മൾ പോളിഗൺ ലോ ആണ് ഉപയോഗിക്കുക. പോളിഗൺ ലോ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസൾട്ടൻ്റ് കാണുമ്പം നമുക്ക് എല്ലാ ജോമെട്രിയും പിന്നെ എന്താ പറയുക സിംപ്ലസ്റ്റ് കേസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2015 JEE അഡ്വാൻസിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ അടുത്ത് നിന്നൊരു കറണ്ട് എലമെൻ്റ് ഉണ്ട്, കറണ്ട് പോകുന്ന ഒരു സർക്യൂട്ടിൻ്റെ ഒരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ ഇങ്ങനെയാണുള്ളത്. ഇവിടുന്ന് ഇവിടം വരെ L ലെങ്ത് ആണ്, ഇവിടുന്ന് ഇവിടം വരെ R ലെങ്ത് ആണ്, ഇവിടുന്ന് ഇവിടം വരെ R ലെങ്ത് ആണ്, ഇവിടുന്ന് ഇവിടം വരെ L ലെങ്ത് ആണ്. ഇവിടെ ആണെങ്കിൽ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ്, യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നുണ്ട് ഇതിൻ്റെ ഉള്ളോട്ടുണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണല്ലോ ആലോചിക്കുക. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്നുണ്ട് ഈ ഒരു സ്പേസിൽ, ഈ ഒരു പ്ലെയിനിന് ഉള്ളോട്ടായിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ കൂടി എന്തുണ്ട്, I എന്ന് പറഞ്ഞ കറണ്ട് എന്താകുന്നുണ്ട് പോകുന്നുണ്ട്, I എന്ന് പറഞ്ഞ കറണ്ട് എന്താകുന്നുണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഈ കറണ്ട് ക്യാരിങ് ലൂപ്പിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് ചോദിച്ചത്. അപ്പോൾ നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്ത്, ഇൻ്റഗ്രൽ I × dl × b, അതായത് ILB എന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസ് കേസാണ് ഇൻ്റഗ്രൽ IDL × b എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് DL വെക്ടർ, അതായത് ഈ DL വെക്ടർ IDL വെക്ടർ എന്ന് പറയുമ്പോൾ എന്താ, ഈ കറണ്ട് പാസ് ചെയ്യുന്ന ആ ഒരു ഇതിൻ്റെ ഇതാണ് എന്ത് IDL വെക്ടർ എന്ന് പറയുന്നത്. IDL × b എന്ന് പറയുമ്പോൾ എന്താ, ആ വെക്ടറും ബിൻ്റെ ഇടയിൽ ആംഗിൾ എത്ര നോക്കുക. അതായത് ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ I × dl b × sin θ എന്ന് പറയാം. അപ്പോൾ sin θ എന്താ വരിക, ഇവിടെ 90 ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ IL വെക്ടർ എന്താണ് ഈ ഒരു പ്ലെയിനിലാണ്, ഫീൽഡ് എങ്ങോട്ടാണ് പോകുന്നത്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഉള്ളോട്ടാണ് പോകുന്നത്. അപ്പം sin θ നമുക്ക് എന്താ പറയുക, sin 90 എന്ന് പറയുമ്പോൾ 1 കൊടുക്കുക. അപ്പം നമ്മളത് എന്തായി ചുരുങ്ങും, ജസ്റ്റ് ഇൻ്റഗ്രൽ I dl b എന്നായി ചുരുങ്ങും. അപ്പോൾ ഇവിടെ എന്താണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറഞ്ഞത്. അപ്പോൾ ബി നമുക്ക് എന്താക്കുക പുറത്തെടുക്കുക, ബാക്കി എന്താ വന്നത് ഇൻ്റഗ്രൽ I dl എന്ന് വന്ന്. അപ്പോൾ ഇൻ്റഗ്രൽ I dl എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ ആണ്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ DL വെക്ടർ എന്താക്കുക ഫുള്ള് സമ്മ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ സമ്മ് ചെയ്യുമ്പോൾ എന്താ വരിക, ഈ വെക്ടർ പ്ലസ് 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 ഈ വെക്ടറാണ്. അപ്പോൾ നമ്മൾ എന്താ പോളിഗൺ ലോ പ്രകാരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതാണ് നമ്മളെ ടൈല്, ഇതാണ് നമ്മളെ ഹെഡ്. അപ്പോൾ കറക്റ്റ് എന്താക്കുക യോജിപ്പിക്കുക. അപ്പോൾ ഈ എൻ്റയർ ലെങ്ത് ആണ് എന്ത് വരിക, അത് വരിക.
അപ്പോൾ എന്ത് വരും? എൽ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് എൽ, അതായത് 2 ഇൻറ്റു എൽ പ്ലസ് ആർ എന്ന് വരും. നമ്മളെ ഫോഴ്സ് എന്താ വരിക? ബി ഇൻറ്റു 2 ഇൻറ്റു എൽ പ്ലസ് ആർ എന്ന് വരും. അപ്പോൾ ഇതായിരുന്നു ആ ക്വസ്റ്റ്യൻ. അപ്പോൾ പോളിഗൺ ലോ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷൻ ജസ്റ്റ് എന്താകുകയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചപ്പോൾ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട ഒന്ന് ട്രയാങ്കുലർ ലോ പഠിച്ച്, ഒന്ന് പോളിഗൺ ലോ പഠിച്ച്. ട്രയാങ്കുലർ ലോയിൽ നമ്മൾ യൂസ് ചെയ്യുമ്പം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ നമ്മൾ എന്താകും ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും എന്ന് പറഞ്ഞ്, ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ്. പിന്നാണെങ്കിൽ രണ്ട് കൂടുതൽ വെക്ടർ വരുമ്പോൾ നമ്മൾ പോളിഗൺ ലോ ആണ് ഉപയോഗിക്കുക. പോളിഗൺ ലോ ഉപയോഗിച്ച് സോൾവ് ചെയ്യുമ്പം എന്താ പറയുക സിമ്പിൾ ജിയോമെട്രി ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇനി അഥവാ അങ്ങനെ തരികയാണെങ്കിൽ എന്താ പറയുക ഇതുപോലുള്ള സിമ്പിൾ ജിയോമെട്രി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജിയോമെട്രി എന്താകും ഒരു തരുന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഇത് രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്താക്കുക, ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് വെക്ടറിൻ്റെ കോൺസെപ്റ്റ് മാത്രം വെച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ഫിസിക്സിൽ ഉപയോഗിക്കേണ്ട അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലെ ക്വസ്റ്റ്യൻ അല്ല. ജസ്റ്റ് വെക്ടറിൻ്റെ കോൺസെപ്റ്റ് അറിയുന്ന മാത്രം വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻ വായിക്കാം. ദ സം ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് 2 ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് ഈസ് 80 ന്യൂട്ടൺ. അതായത് ഒരു പോയിന്റിന്മേൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. രണ്ടിൻ്റെ സം എന്താണ്? 80 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് എന്താക്കുക, രണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ഫോഴ്സ് ഇത് ജസ്റ്റ് F1 എന്ന് കൊടുക്കാം. വേറൊരു ഫോഴ്സ് എന്താ പറയുക, ഏതൊരു ഡയറക്ഷനിൽ F2 എന്ന് കൊടുക്കാം. അതിൻ്റെ എന്താണ് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ സം എത്ര തന്നത്? 80 ന്യൂട്ടൺ ആണ് തന്നത്. അപ്പോൾ നമുക്ക് F1 ജസ്റ്റ് F2 അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ അതൊന്നും എന്താക്കുക, സ്കെയിലർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക. അത് ഈക്വൽ ടു 80 ന്യൂട്ടൺ ആണ് തന്നത്. ഇനി എന്താ ചോദിച്ചത്? ആൻഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടൻറ്റ് ഈസ് 12 ന്യൂട്ടൺ. പിന്നാണ് അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ് തന്നത്? ജസ്റ്റ് റിസൾട്ടൻറ്റിൻ്റെ എത്ര 12 ന്യൂട്ടൺ ആണ് തന്നത്. If the resultant is at 90 degree with the force of smaller magnitude, we are to find the magnitude of the two forces എന്നാണ് ചോദിച്ചത്. അതായത് ഒരു വെക്ടർ ഉണ്ട്, വേറൊരു വെക്ടർ ഉണ്ട്. ഈ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡിൻ്റെ സം 18 ആണ് തന്നത്. പിന്നാണ് അതിൻ്റെ റിസൾട്ടൻറ്റ് 12 ന്യൂട്ടൺ ആണ് തന്നത്. പിന്നെ റിസൾട്ടൻ്റ് ആണെങ്കിൽ ഏതൊരു എന്താ പറയുക, ഇപ്പോൾ F1 ആണ് സ്മോളർ എന്ന് വിചാരിച്ചോ, F1 പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞത്. അപ്പോൾ റിസൾട്ടൻ്റ് ആക്ച്വലി F1 പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെയാണെങ്കിൽ F2 എന്ത് വരണം? ഈ ഒരു ഡയറക്ഷനിൽ വരണം. കാരണം എന്തുകൊണ്ടാണ്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്താ? അതിൻ്റെ ഇടയിൽ കൂടിയല്ലേ പോവുക. അപ്പം ഈ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, മറ്റേ വെക്ടർ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എന്താണ്? പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റേ വെക്ടർ സ്വാഭാവികമായിട്ടും ഈ ഒരു ഡയറക്ഷനിൽ വരണം. അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എ എന്ന് പറഞ്ഞ വെക്ടർ, F1 എന്ന് പറഞ്ഞ വെക്ടർ, ഇതെന്തുണ്ട്? F2 എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. ഇതെന്തുണ്ട്? റിസൾട്ടൻ്റ് വെക്ടർ ഉണ്ട്. അപ്പം നമുക്ക് എന്താക്കുക, ട്രയാങ്കുലർ ലോ വെച്ച് ഞാൻ 3 വെക്ടർ ആഡ് ചെയ്യും നമ്മൾ എന്തുള്ളൂ ഇതിലുള്ളൂ. അപ്പോൾ നമുക്ക് ട്രയാങ്കുലർ ലോ വെച്ച് ചെയ്യാം. അപ്പം ട്രയാങ്കുലർ ലോ വെച്ച് ചെയ്യുമ്പോൾ എന്താ, ഇത് നമ്മളെന്താ F1. ഇനി ട്രയാങ്കുലർ ലോ എന്ന് പറയുമ്പോൾ എന്താ, ഇതിൻ്റെ ഹെഡിൽ എന്താക്കണം, മറ്റേൻ്റെ ടൈൽ ഉണ്ടാക്കണം. അപ്പോൾ ഇതെന്താണ്? F2. ഇതെന്താണ്? F2 എന്ന് വരും. റിസൾട്ടൻ്റ് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ. എന്താ പറയുക, F1 വെർട്ടിക്കൽ അല്ല. അപ്പോൾ ഇത് ഈ ആംഗിൾ നമുക്ക് എന്താ പറയുക, 90 എന്ന് പറയാം. ഇനി ഈ റിസൾട്ടൻ്റ് എന്താ? 12 ആണെന്ന് പറഞ്ഞാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായി, ട്രയാങ്കിൾ എന്താക്കി, കംപ്ലീറ്റ് ആയി. അപ്പോൾ ട്രയാങ്കിൾ കംപ്ലീറ്റ് ആയി. പിന്നെ നമുക്ക് എന്താ പറയുക, F1 + F2 18 ആണെന്ന് അറിയാം. അപ്പം ഇത് എക്സ് ആണെങ്കിൽ F1 നമുക്ക് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ F2 നമുക്ക് എന്താ പറയുക, 80 - x എന്ന് പറയാം. ഓക്കെ. അപ്പോൾ 80 - x എന്ന് പറയാം. അപ്പോൾ ഇതെന്താക്കി ജസ്റ്റ് ഒന്ന് മാച്ച് ചെയ്യണം, കുറച്ച് മേലോട്ട് F1 + F2 = എന്താ, 18 ആണെന്ന് അറിയാം. അപ്പം ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് 80 - x എന്ന് അറിയാം. ഓക്കെ. അപ്പം നമ്മളെടുത്തുണ്ട് ഒരു ട്രയാങ്കിൾ കിട്ടി. അപ്പോൾ ട്രയാങ്കിൾ ഈ സൈഡ് അറിയാം, ഈ സൈഡ് അറിയാം, അതിൻ്റെ ഇടയിൽ ആംഗിൾ അറിയാം. ഓക്കെ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് റൂൾ ഉപയോഗിക്കാം? കൊസൈൻ ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ കൊസൈൻ ഇക്വേഷൻ എന്ന് പറയുമ്പം ഇതും ഇതിൻ്റെ ഇടയിൽ ആംഗിളും. അപ്പം മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ ഈക്വൽ എന്ത് വരും? ഈ സൈഡിൻ്റെ സ്ക്വയർ പ്ലസ് ഈ സൈഡിൻ്റെ സ്ക്വയർ -2 ഇൻറ്റു ഈ സൈഡ് ഇൻറ്റു ഈ സൈഡ് ഇൻറ്റു cos of 90 എന്ന് വരും.
അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്താ വരിക, മൂന്നാമത്തെ സൈഡ് 80 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു മറ്റേ രണ്ടിൻ്റെ സ്ക്വയർ 12 സ്ക്വയർ പ്ലസ് എക്സിൻ്റെ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 12 ഇൻറ്റു എക്സ് ഇൻറ്റു കോസ് 90. കോസ് 90 പറയുമ്പോൾ 0 അല്ലേ വരിക, അപ്പോൾ ഈ എൻ്റയർ ടേം എന്താവും, 0ലേക്ക് പോകും. കോസ് 90 വരും, അത് 0 ആയതുകൊണ്ട് എൻ്റെ ടേം 0ലേക്ക് പോകും. അപ്പോൾ നമുക്ക് എന്താവും, ഈ ഇക്വേഷനായിട്ട് ചുരുങ്ങും. അപ്പോൾ ഇവിടെ എന്താക്കുക, എക്സ് മാത്രമല്ലല്ലോ, എക്സിന് സോൾവ് ചെയ്യുക. അപ്പോൾ എക്സിന് സോൾവ് ചെയ്യുമ്പോൾ മറ്റെന്തായിരിക്കും, മറ്റേ സൈഡ് എന്തായിരിക്കും, 18 മൈനസ് എക്സ് ആയിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്താക്കും, സോൾവ് ചെയ്ത് നോക്കുക. ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ജസ്റ്റ് എന്താക്കും സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എന്താ ചെയ്ത്, ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്താണ്. ട്രയാങ്കുലർ ലോ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നെങ്കിൽ ട്രിഗണോമെട്രിയിലെ 2 ഐഡൻറ്റിറ്റി ഉണ്ട്, ആ 2 ഐഡൻറ്റിറ്റിയിൽ ഏതെങ്കിലും ഒന്ന് എന്താക്കണം, യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കൊസൈൻ റൂളാണ് യൂസ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തത്. അപ്പം ട്രയാങ്കുലർ ലോ എന്താ പിന്നെ ഇത്രയാണെന്ന് മനസ്സിലാക്കുക. പിന്നെ ട്രയാങ്കുലർ ലോൻ്റെ റെസ്ട്രിക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 എണ്ണം വരുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കാം. അപ്പം ട്രയാങ്കുലർ ലോ പറഞ്ഞ്, ഇനി അടുത്ത് പോളിഗൺ ലോ പറഞ്ഞ്. പോളിഗൺ ലോ പറയുമ്പോൾ ഒന്ന് കൂടുതൽ വരുമ്പോഴാണ്. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്താണ്, സിമ്പിൾ ജിയോമെട്രി വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് ഈ അതിനൊരു എക്സാമ്പിളായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ ഇനി അടുത്തൊരു റൂളാണ് എന്ത് നമ്മൾ പഠിച്ച്, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ എന്താ, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രയാങ്കുലർ ലോ തന്നെയാണ് സംഭവം. പക്ഷേങ്കിൽ എന്താ പറയുക, ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം ഒന്നുമല്ല. പക്ഷേങ്കിൽ രണ്ടൊരു മെത്തേഡ് എന്താ പറയുക, 2 മെത്തേഡാന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അടുത്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ. പക്ഷേങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ പഠിക്കേണ്ട, നേരെ മറിച്ച് അടുത്ത കേസിൽ വെക്ടർ ആഡ് ചെയ്യേണ്ട സന്ദർഭം എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഒന്ന് കൂടുതൽ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്ന് വിചാരിച്ചോ. അപ്പം ഒന്ന് കൂടുതൽ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ പഠിച്ചത് ഒന്നെങ്കിൽ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പോൾ 2 വെക്ടർ ആണെങ്കിൽ ഇതുവരെ പഠിച്ചതിൽ നമുക്ക് എന്താക്കുക, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് ആ ട്രിഗണോമെട്രിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്തെങ്ങാനും സോൾവ് ചെയ്യാം. ഇനി ഈ ട്രിഗണോമെട്രിൻ്റെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാണ്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒന്ന് കൂടുതൽ വെക്ടേഴ്സ് വന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്, ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്. ഇത് ഫസ്റ്റ് വെക്ടർ, ഇത് സെക്കൻഡ് വെക്ടർ, ഇത് തേർഡ് വെക്ടർ, ഇത് ഫോർത്ത് വെക്ടർ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ ഈ വെക്ടർ എല്ലാം കൂടി എന്താണ്, ഒരു പ്ലെയിനിലാണുള്ളത്. അപ്പം ഇങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ എന്താക്കുക, ഇതൊരു പ്ലെയിൻ ലൈനെ കൊണ്ട് ഒരു എക്സും എന്താക്കുക, ഒരു വൈയും എന്താക്കുക, ചൂസ് ചെയ്യുക. ഈ എക്സും വൈയും എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളെ ചോയ്സ് ആണ്. അപ്പം എക്സും വൈയും ചൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്താക്കുക ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാണല്ലോ നമ്മളെ ഫസ്റ്റ് വെക്ടർ. ഈ ഫസ്റ്റ് വെക്ടറിൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, ഫസ്റ്റ് വെക്ടറിൻ്റെ വൈ കമ്പൗണ്ട് കാണുക. ഈ സെക്കൻഡ് വെക്ടറിൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, സെക്കൻഡ് വെക്ടറിൻ്റെ വൈ കമ്പൗണ്ട് കാണുക. ഇനി തേർഡ് വെക്ടറിൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, വൈ കമ്പൗണ്ട് കാണുക. സിമിലർലി ഫോർത്ത് വെക്ടറിൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, വൈ കമ്പൗണ്ട് കാണുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ഫസ്റ്റ് വെക്ടറിൻ്റെ എങ്ങനെയാണ് എക്സ് കമ്പൗണ്ട് കാണുക, വൈ കമ്പൗണ്ട് കാണുക ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 1ൻ്റെ എക്സ് കമ്പൗണ്ട് കിട്ടും, 2ൻ്റെ എക്സ് കമ്പൗണ്ട് കിട്ടും, 3ൻ്റെ എക്സ് കമ്പൗണ്ട് കിട്ടും, 4ൻ്റെ എക്സ് കമ്പൗണ്ട് കിട്ടും. അപ്പോൾ അതെല്ലാം കൂടി എക്സ് ലൈൻ കൊണ്ട് എന്താക്കുക, ജസ്റ്റ് നമ്പർ ആഡ് ചെയ്യും പോലെ ആഡ് ചെയ്യുക. ഇനി സിമിലർലി എന്താണ്, 1ന് ഒരു വൈ കമ്പൗണ്ട് കിട്ടും, 1ന് 2ക്ക് ഒരു വൈ കമ്പൗണ്ട് ഉണ്ട്, 3ക്ക് ഒരു വൈ കമ്പൗണ്ട് കിട്ടും, 4ന് ഒരു വൈ കമ്പൗണ്ട് കിട്ടും. എല്ലാം വൈ കമ്പൗണ്ട് ആയിക്കൊണ്ട് നമ്പർ ആഡ് ചെയ്യും പോലെ ആഡ് ചെയ്യുക. ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിന് സോൾവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ റൈറ്റിലോട്ട് എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് എന്തായിരിക്കും, മൈനസ് എക്സ് ആയിരിക്കും. മേലോട്ട് പ്ലസ് വൈ എടുത്തിട്ടുണ്ടെങ്കിൽ താഴോട്ട് എന്തായിരിക്കും, മൈനസ് വൈ ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ കമ്പൗണ്ട് എടുക്കുമ്പോൾ ഇതാണ് എന്ത് വരിക, ഇതിൻ്റെ എക്സ് കമ്പൗണ്ട് വരിക, ഈ ഒരു ലെങ്ത്താണ് വരിക. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ വരികയാണ്. അപ്പോൾ ഇത് എന്താകണം, മൈനസ് എക്സിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താകണം, ആ മാഗ്നിറ്റ്യൂഡിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പം ഇങ്ങനെ അപ്പോൾ എന്ത് കിട്ടി, എക്സ് കമ്പൗണ്ട് കിട്ടി, വൈ കമ്പൗണ്ട് കിട്ടി. അപ്പോൾ അങ്ങനെ എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻ്റ് എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ റൂട്ട് ഓഫ് എക്സ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ ആയിരിക്കും. ഈ ആംഗിൾ എന്താ വരിക, ആംഗിൾ ടാൻ തീറ്റ ആയിക്കുള്ള എന്താ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ വൈ കമ്പൗണ്ട് ഡിവൈഡ് ബൈ എസ് കമ്പൗണ്ട് ആയിരിക്കും. ഈ തീറ്റ എന്തായിരിക്കും, എക്സ് എന്ന് മെഷർ ചെയ്ത ആംഗിൾ ആയിരിക്കും. റിസൾട്ടൻ്റ് ഇപ്പോൾ സപ്പോസ് ഇതാണ് നമ്മളെ റിസൾട്ടൻ്റ് വിചാരിച്ചോ. ആ റിസൾട്ടൻ്റ് നിന്ന് എക്സ് ആക്സിലേക്ക് തീറ്റ ആംഗിൾ ഉണ്ടെങ്കിൽ ആ ടാൻ തീറ്റ എന്തായിരിക്കും, വൈ കമ്പൗണ്ട് ഡിവൈഡ് ബൈ എസ് കമ്പൗണ്ട് ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. ഈ ഒരു സാധനം ക്ലിയർ ആവണമെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ എക്സ് കമ്പൗണ്ട് എങ്ങനെ എടുക്കണം, വൈ കമ്പൗണ്ട് എങ്ങനെ എടുക്കണം എന്നുള്ളതാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ
അതിന് വേണ്ടിയിട്ട് അതായത് വെക്റ്റർ റെസൊല്യൂഷൻ എന്ന് പറയും. വെക്റ്റർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്ററിന് നമുക്ക് 2 കമ്പൗണ്ട് ആക്കി എഴുതാം. അപ്പോൾ ഒരു കമ്പൗണ്ട് ഈ ഒരു ഡയറക്ഷനിൽ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ കമ്പൗണ്ട് എന്തായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ മറ്റേ കമ്പൗണ്ട് എന്തായിരിക്കും ഈ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞ എ എന്ന് പറഞ്ഞൊരു വെക്റ്റർ ആണെങ്കിൽ ഇതായിരിക്കും ഈ ഒരു ലെങ്ത് ആയിരിക്കും എന്ത് അതിൻ്റെ ഈ ഒരു ഡയറക്ഷൻ ഇതിപ്പോൾ എക്സ് ആണെങ്കിൽ ഇത് വൈ ആണെങ്കിൽ ഈ ഒരു ലെങ്ത് ആയിരിക്കും എന്ത് ആ വെക്ടറിൻ്റെ എസ് കമ്പൗണ്ട് എ എക്സ് എന്ന് പറയുന്നത്. ഈ ഒരു ലെങ്ത് ആയിരിക്കും എന്ത് ആ വെക്ടറിൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുന്നത്. ഈ എക്സ് കമ്പൗണ്ട് എങ്ങനെ കാണുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ തീറ്റ എന്ന് വിചാരിച്ചോ. അതായത് എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. ആ വെക്ടർ തീറ്റ ആംഗിൾ മാറിയിട്ടാണ് എക്സ് ഉള്ളത്. ആ തീറ്റ ആംഗിൾ മാറിയിട്ടുള്ള എക്സിൻ്റെ കമ്പൗണ്ടാണ് കാണുന്നതെങ്കിൽ എങ്ങനെ വരിക വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ വരും. ഇനി ഈ ആംഗിൾ എന്ത് വരിക? ഇത് മൊത്തം 180 ആണ് വരിക. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? 90 മൈനസ് തീറ്റ വരും. അങ്ങനെയാണെങ്കിൽ ഈ എൻ്റെ വൈ കമ്പൗണ്ട് അറിയുന്നത് എന്താ? ഈ എന് 90 മൈനസ് തീറ്റ മാറിയിട്ട് ഇങ്ങോട്ടുള്ളതാണ് എന്ത് വൈ കമ്പൗണ്ട്. അപ്പോൾ എ ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് തീറ്റ ആണ് എന്ത് വരിക? എ വൈ വരിക. എ വൈ എന്ന് പറയുന്നത് എ ഇൻറ്റു കോസ് ഓഫ് 90 മൈനസ് തീറ്റ. കോസ് ഓഫ് 90 മൈനസ് തീറ്റ പറയുമ്പോൾ എന്ത് വരും? സൈൻ തീറ്റ എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വെക്റ്റർ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് എന്താക്കാം? 2 കമ്പൗണ്ട് ആക്കി എഴുതാം. ഇപ്പോൾ ഒരു കമ്പൗണ്ട് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേ കമ്പൗണ്ട് എന്തായിരിക്കും? ആ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും മറ്റേ കമ്പൗണ്ട് വരിക. ഇനി ഈ ഡയറക്ഷനിൽ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് തീറ്റ ആംഗിൾ ഉണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? ഇത് എ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എ കോസ് തീറ്റ ആയിരിക്കും. മറ്റെന്തായിരിക്കും? എ ഇൻറ്റു സൈൻ തീറ്റ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം. അപ്പം ഇതാണെന്ത് പിന്നെ നമ്മൾ കമ്പൗണ്ട് കാണുക. അതായത് ഇപ്പോൾ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ജനറലായിട്ട് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ ആ വെക്ടറിൻ്റെ കമ്പൗണ്ട് തീറ്റ ആംഗിൾ മാറിയിട്ടുണ്ടെങ്കിൽ ആ തീറ്റ ആംഗിൾ മാറിയിട്ട് ഇപ്പുറത്തുള്ള അതിൻ്റെ വെക്ടർ ആണെങ്കിൽ ഇതെന്തായിരിക്കും? എ ഇൻറ്റു കോസ് തീറ്റ. ഈ ഒരു ലെങ്ത് ആയിരിക്കും എന്ത് തീറ്റ ആംഗിൾ മാറിയിട്ട് ആ വെക്ടറിൻ്റെ കമ്പൗണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്കൊരു വെക്ടറിനെ എ എന്ന് പറഞ്ഞൊരു വെക്ടർ, അപ്പോൾ ഇങ്ങോട്ട് എന്ത് വരും? എ ഇൻറ്റു ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ എ ഇൻറ്റു കോസ് തീറ്റ വരും. ഇതെന്താ വരിക? എ ഇൻറ്റു സൈൻ തീറ്റ വരും. അപ്പോൾ നമ്മൾ ഇതൊരു എ എന്ന് പറഞ്ഞ വെക്ടർ, ഇത് അതിൻ്റെ പിന്നെ ഈ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇതിൻ്റെയും ഈ എ കോസ് തീറ്റൻ്റെയും എ സൈൻ തീറ്റൻ്റെയും റിസൾട്ട് തന്നെയാണ് എന്ത് എ എന്ന് പറയുന്നത്. അത് എന്നെന്താക്കിയ സ്പ്ലിറ്റ് ചെയ്ത് ഞാനാണ് ചെയ്തത്. അതായത് എ എന്ന് പറഞ്ഞ വെക്ടറിനെ എ കോസ് തീറ്റാക്കി സ്പ്ലിറ്റ് ആക്കി, എ സൈൻ തീറ്റാക്കി ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ട് തന്നെയാണ് ആക്ച്വലി എന്ത് എ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ട്രാങ്കുലർ ഓഫ് വെക്ടർ അഡിഷൻ പോലെ ചെയ്യുകയാണെങ്കിൽ ഇത് പറഞ്ഞാൽ എന്താ? എ കോസ് തീറ്റ. ഇത് പറഞ്ഞത് എന്താ? എ സൈൻ തീറ്റ. ഇതാണ് എന്ത് വരിക? നമ്മളെ എ എന്ന് വരിക. ഇതാണ് നമ്മളെ എ എന്ന് വരിക. അപ്പോൾ ഈ ആംഗിൾ 90 അതിനെ കൊണ്ട് നമ്മൾ എന്താ ചെയ്ത്? പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ചെയ്ത്. അതായത് പൈതഗോറസ് ചെയ്യുമ്പോൾ എന്താ വരിക? എ ഇൻറ്റു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എ ഇൻറ്റു കോസ് തീറ്റ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. അതായത് എന്താ വരിക? എ ഇൻറ്റു സൈൻ, അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടുക? അതായത് ഈ ഒരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ഹൈപ്പോട്ന്യൂസിൻ്റെ സ്ക്വയർ എന്തായിരിക്കും? ഇതിൻ്റെ സ്ക്വയർ പ്ലസ് ഇതിൻ്റെ സ്ക്വയർ ആയിരിക്കും. അപ്പം എ സ്ക്വയർ ഈക്വൽ ടു എന്താ വരിക? എ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് എ കോസ് തീറ്റ ഹോൾ സ്ക്വയർ. അതായത് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. എ സ്ക്വയർ കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അത് ഈക്വൽ എന്താ? എ സ്ക്വയർ എന്നല്ലേ? കാരണം സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റൻ്റെ വാല്യൂ എന്താ? 1 ആണെന്ന് മനസ്സിലാക്കാം. അപ്പം ഈ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് കൂടുതൽ വെക്ടേഴ്സ് ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ എക്സും വൈയും ആക്കി എന്താക്കുക? ഓരോ വെക്ടറിനെയും എക്സും വൈയും ആക്കി എന്താക്കുക? സ്പ്ലിറ്റ് ആക്കുക. ഇപ്പോൾ കുറേ വെക്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളൊരു എക്സും ഒരു വൈയും ചൂസ് ചെയ്യുക. എക്സും വൈയും ചൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ കൂടി മനസ്സിലാക്കാം. എക്സും വൈയും ചൂസ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക? എക്സും വൈയും ചൂസ് ചെയ്തിട്ട് ഓരോ വെക്ടറിൻ്റെയും എന്താക്കുക? എക്സ് കമ്പൗണ്ട് കാണുക. എക്സ് കമ്പൗണ്ട് കാണുമ്പോൾ ആ വെക്ടറിന് എക്സ് കമ്പൗണ്ട് ആണെങ്കിൽ എക്സിലോട്ടുള്ള ആംഗിൾ നോക്കുക, കോസ് ഓഫ് ആംഗിൾ ചെയ്യുക. വൈ കമ്പൗണ്ട് ആണെങ്കിൽ ആ വെക്ടറിന് വൈയിലേക്കുള്ള ആംഗിൾ നോക്കുക, കോസ് ഓഫ് ആംഗിൾ ചെയ്യുക. അങ്ങനെ ഓരോന്നും ചെയ്യുക. ഓരോന്നും ചെയ്തിട്ട് എന്താക്കുക? എക്സ് കമ്പൗണ്ടും വൈ കമ്പൗണ്ടും കണ്ടിട്ട് ലാസ്റ്റ് റിസൾട്ടൻ്റ് കാണുമ്പോൾ എന്താ വരിക? റൂട്ട് ഓഫ് എക്സ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ. അതായത്
നമുക്ക് എന്താ പറയുക, ഒരു ഇത് നമുക്ക് എക്സ് കിട്ടി, ഇത് നമുക്ക് വൈയും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെന്താ വരിക, എസ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ ആണല്ലോ. അതായത് എസ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ ആണല്ലോ. അതെന്താണ് പ്രൂവ് ചെയ്താണ് ഈ ഒരു സാധനത്തിൽ കൂടിയാണ്. അപ്പം അപ്പോൾ അപ്പം എന്ത് പറഞ്ഞു, നമ്മളിപ്പോൾ ഇതുവരെ പഠിച്ച് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ എന്താ പറഞ്ഞ്, ഇപ്പോൾ പഠിച്ച് ഇതുവരെ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ പറഞ്ഞത് മൊത്തം സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നെങ്കിൽ നമ്മൾ വെക്ടർ ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുക. വെക്ടർ അഡീഷൻ എന്താക്കുക, യൂസ് ചെയ്യുക. ഇതെപ്പോഴാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്ടർ വരുമ്പം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. രണ്ട് വെക്ടർ ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ വെക്ടർ ട്രയാങ്കിളിൻ്റെ 3 സൈഡാക്കിയിട്ട് റിസൾട്ടൻ്റ് രണ്ട് വെക്ടറും കൂടിയിട്ട് 3 സൈഡാക്കിയിട്ട് 3 സൈഡും കൂടി ട്രയാങ്കിൾ, അപ്പോഴേ നമുക്ക് എന്താക്കാൻ പറ്റും, ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താക്കുക, ഒന്നെങ്കിൽ സൈൻ എന്താ പറയുക, സൈൻ എ ബൈ എ ഈക്വൽ ടു സൈൻ ബി ബൈ ബി ഈക്വൽ ടു സൈൻ സി ബൈ സി എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ ട്രയാങ്കിളിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി എന്ന് പറഞ്ഞാൽ ഈ മൈനസ് 2ab കോസ് സി എന്ന് പറഞ്ഞാൽ എന്താക്കുക, കോസ് സി എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സി ആണ്. അതായത് സി എന്ന് പറഞ്ഞ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആംഗിളാണ് സി എന്ന് പറയുന്നത്. അത് യൂസ് ചെയ്ത് ഞാൻ എന്താക്കുക, പിന്നെ സോൾവ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് എന്ത്, ഒന്ന് കൂടുതൽ വെക്ടർ വന്ന്. അപ്പോൾ ഒന്ന് കൂടുതൽ വെക്ടർ വരികയാണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്താക്കുക, പോളിഗൺ ലോ ഓഫ് വെക്ടർ എന്താക്കുക യൂസ് ചെയ്യാം. അല്ലെങ്കിൽ എന്താക്കുക പോളിഗൺ ലോ ഓഫ് വെക്ടർ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെക്ടർ ആഡ് ചെയ്യേണ്ട സന്ദർഭം വന്ന്, ഇപ്പോൾ രണ്ട് വെക്ടർ ആണെങ്കിൽ ഒന്നെങ്കിൽ എന്താക്കുക നിങ്ങൾക്ക് ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുക, ഒന്ന് കൂടുതലുണ്ടെങ്കിൽ എന്താക്കുക പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യുക. ഇനി അപ്പോൾ രണ്ടെണ്ണാണെങ്കിലും രണ്ടെണ്ണാണെങ്കിൽ ട്രയാങ്കുലർ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം, രണ്ട് കൂടുതലാണെങ്കിൽ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡീഷൻ യൂസ് ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞത് പിന്നെ ഇപ്പോൾ രണ്ട് കൂടുതലുണ്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ ഇത് രണ്ടും കൂടാണ്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണിത്, സ്പ്ലിറ്റ് ആക്കിയിട്ട്. അതായത് എസ് കമ്പൗണ്ട് ആക്കിയിട്ട് ഒരു എക്സും വൈയും ആക്സിസ് എന്താക്കുക ചൂസ് ചെയ്യുക. എന്നിട്ട് എന്താക്കുക അതിൻ്റെ റിസൾട്ടൻ്റ് എന്താക്കുക ഓരോ പിന്നെ ഇപ്പോൾ 3 വെക്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, 1 വെക്ടർ 2 വെക്ടർ 3 വെക്ടർ. അപ്പോൾ 3 വെക്ടർ ഉണ്ടെങ്കിൽ ഓരോ വെക്ടറിൻ്റെ എന്താക്കുക 1ൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, 2ൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക, 3ൻ്റെ എക്സ് കമ്പൗണ്ട് കാണുക. സിമിലർലി 1ൻ്റെ വൈ കമ്പൗണ്ട് കാണുക, 2ൻ്റെ വൈ കമ്പൗണ്ട് കാണുക, 3ൻ്റെ വൈ കമ്പൗണ്ട് കാണുക. ലാസ്റ്റ് റിസൾട്ടൻ്റ് എന്താ വരിക, എല്ലാ എക്സ് കമ്പൗണ്ടിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ടിൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഈ മെത്തേഡാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പം ട്രിഗോണോമെട്രി ഐഡൻറ്റിറ്റി ഏത് യൂസ് ചെയ്യേണ്ടി വരും സോൾവ് ചെയ്യാൻ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്താക്കണം ചിലപ്പം യൂസ് ചെയ്യും. എല്ലാ ഇക്വേഷനിലും ചിലപ്പം യൂസ് ചെയ്യാനുണ്ടാവാം. അപ്പം ഒന്നുകൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വെക്ടർ ആഡ് ചെയ്യേണ്ട ഒരു കേസ് വന്ന്, നമ്മളെടുത്തൊരു കേസ് വന്ന്. അപ്പം രണ്ട് വെക്ടറാണ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എന്താക്കുക ട്രയാങ്കുലർ ലോ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് എന്താക്കുക പ്രൊസീഡ് ചെയ്യുക. ഇനി ഒന്ന് കൂടുതൽ വെക്ടറാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ എന്താക്കുക ഒന്നെങ്കിൽ പോളിഗൺ ലോ പ്രൊസീഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇതും പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇത് എന്താക്കുക അത് കോമൺ ആയിട്ട് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. പക്ഷെ ഇത് രണ്ടും എന്താണ് ഇത് രണ്ട് വെക്ടർ ആണെങ്കിൽ ഇതാണ് എന്താ പോളിഗൺ ലോ എന്ന് പറയുന്നത്, എന്താ രണ്ട് കൂടുതൽ വെക്ടർ ഉണ്ടെങ്കിൽ. പക്ഷേങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, ഈ ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത് എന്താ പോളിഗൺ ലോൻ്റെ എന്താ പറയുക സിംപ്ലസ്റ്റ് കേസാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ എന്താ ഈ രണ്ട് ഐഡൻറ്റിറ്റി യൂസ് ചെയ്യേണ്ടി വരും. ഇതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ചില കേസിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ വെക്ടറിൻ്റെ മൊത്തം സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരൊറ്റ പേജിലുള്ള സാധനമാണ് മൊത്തത്തിലുള്ളത്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് എന്താകുമെന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഏത് കേസിലും ഈ സാധനം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്ത പ്രോബ്ലം ആ സാധനം യൂസ് ചെയ്ത് ഞാൻ എന്താക്കാമെന്ന് സോൾവ് ചെയ്ത് നോക്കാം. അതായത് ഈ പ്രോബ്ലം അപ്പോൾ ഈ പ്രോബ്ലം നേരത്തെ കേസിൽ ട്രയാങ്കുലർ ലോ അല്ലാണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്തെന്നാ വരിക. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലെത്തി. അതായത് എ എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെയാണ്, F1 എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെയാണ്, F2 എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെയാണ്,
അപ്പം റിസൾട്ടൻ്റ് എന്താ പറയുക, ഇതിനെ പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് റിസൾട്ടൻ്റ് എന്താ രണ്ട് വെക്ടറിൻ്റെ നടുവ് കൂടിയാണ് വരിക, ഇടയിൽ കൂടിയാണല്ലോ വരിക. അപ്പോൾ ഇത് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് കൺക്ലൂഡ് ചെയ്ത് F2 എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങോട്ടാണെന്ന് കൺക്ലൂഡ് ചെയ്ത്. പിന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക F1ൻ്റെയും F2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് ജസ്റ്റ് സ്കെയിലർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്തിട്ട് ഈക്വൽ എന്താ 18 ന്യൂട്ടൺ ആണെന്നറിയാം. പിന്നെ റിസൾട്ടൻ്റ് എന്താ പറയുക 12 ആണെന്ന് അറിയാം. ഇനി ഇതെങ്ങനെ കമ്പോണൻ്റ് ആക്കിയിട്ട് സോൾവ് ചെയ്യുന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംഗിൾ നമുക്ക് അറിയില്ല, ജസ്റ്റ് തീറ്റ എന്ന് കൊടുത്തത്. അപ്പോൾ നമ്മുടെ അടുത്ത് എന്ത് ഈ F1 എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്, ഇതെന്തുണ്ട് F2 എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. അപ്പോൾ നമ്മൾ കമ്പൗണ്ട് ആക്കി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താക്കണം, ഇതൊരു പ്ലെയിൻ ലൈൻ കൊണ്ട് എക്സും വൈയും എന്താക്കണം ചൂസ് ചെയ്യണം. അപ്പോൾ എക്സും വൈയും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കി, ഇത് നമുക്ക് എന്താക്കി എക്സ് എന്ന് ചൂസ് ചെയ്ത്, ഇത് നമ്മൾ എന്താണ് വൈ എന്ന് ചൂസ് ചെയ്ത്. അപ്പം F1ഉം F2 എന്ന് പറഞ്ഞ വെക്ടറുള്ളത്. അപ്പോൾ F1 വെക്ടറിൻ്റെ എക്സ് കമ്പൗണ്ട് എന്താ വരിക, F1 എന്ന് വരും, ജസ്റ്റ് F1 എന്ന് വരും. കാരണം F1 എന്താ പറയുക ഇങ്ങോട്ടുള്ളത് എക്സിലോട്ടുള്ള ആംഗിൾ എന്താ 0 ആണ്. അപ്പോൾ F1 ഇൻറ്റു കോസ് 0 എന്ന് പറയുമ്പോൾ എന്താ ജസ്റ്റ് F1 തന്നെ വരും. ഇനി F2 നോക്കുകയാണെങ്കിൽ F2ൻ്റെ എക്സ് കമ്പൗണ്ട് എന്താ വരിക, F2ൻ്റെ എക്സ് കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് എക്സ് ആണെങ്കിൽ ഇങ്ങോട്ട് എന്താണ് മൈനസ് എക്സ് ആണ് വരിക. വൈ നോക്കുകയാണെങ്കിൽ താഴോട്ട് എന്താണ് മൈനസ് വൈ ആണ് വരിക. അപ്പോൾ F2ൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ ഇതെന്താ വരിക 90 മൈനസ് തീറ്റ ആണ് വരിക. ഇത് തീറ്റനെ കൊണ്ട് ഇത് മൊത്തം 90 കൊണ്ട് ഇത് 90 മൈനസ് തീറ്റ വരും. അപ്പോൾ F2 ഇൻറ്റു എന്ത് വരും കോസ്, F2 ഇൻറ്റു കോസ് 90 മൈനസ് തീറ്റ പറയുമ്പോൾ ജസ്റ്റ് സൈൻ തീറ്റ എന്ന് കൊടുക്കുക. ഇതെന്താണ് മൈനസ് ആണ് വരിക, കാരണം ഇത് പോയിന്റ് ചെയ്യുന്ന എങ്ങോട്ടാ മൈനസ് എക്സിലോട്ടാണ് പോയിന്റ്, അപ്പോൾ മൈനസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി പിന്നെ F2ൻ്റെ വൈ കമ്പൗണ്ട്, ഇനി അതിന് മുമ്പ് F1ൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക, F1ൻ്റെ വൈ കമ്പൗണ്ട് ഉണ്ടോ, F1 വൈ ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആംഗിൾ എന്താ 90 ആണ്. അപ്പോൾ F1 ഇൻറ്റു കോസ് 90 പറയുമ്പോൾ 0 വരും. ഇനി F1ൻ്റെ വൈ കമ്പൗണ്ട് എടുത്ത് ഇനി F2ൻ്റെ വൈ കമ്പൗണ്ട് എന്താ വൈ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതാണ് നമ്മളെ വൈ ഡയറക്ഷൻ, വൈയിലോട്ടുള്ള ആംഗിൾ തീറ്റയാണ്. അപ്പോൾ F2 ഇൻറ്റു കോസ് ഓഫ് ആംഗിൾ, അപ്പം F2ൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ F2 ഇൻറ്റു കോസ് ഓഫ് തീറ്റ, അതായത് F2 ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. അപ്പം F2ൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ F2 ഇൻറ്റു കോസ് തീറ്റ എന്ന് വരും. ഇനി രണ്ടിൻ്റെ എക്സ് കമ്പൗണ്ട് F1 എക്സിൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ ജസ്റ്റ് F1 തന്നെ വരും. F2 എക്സിൻ്റെ പറയുമ്പോൾ മൈനസ് F2 സൈൻ തീറ്റ എന്ന് വരും. ഇനി വൈ കമ്പൗണ്ട് 0 വരും, F2 വൈൻ്റെ F2 കോസ് തീറ്റ എന്ന് വരും. അപ്പം ഇത്രയായി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എന്താന്ന് പറഞ്ഞാൽ വൈ ഡയറക്ഷനിലാന്ന് പറഞ്ഞത്, അതായത് ഈ F1ന് പെർപെൻഡിക്കുലർ, അപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പ്രകാരം വൈ ഡയറക്ഷനിലാന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി എക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0 ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ വരിക, F1 പ്ലസ് F2ൻ്റെ എക്സ് കമ്പൗണ്ട് എന്താ മൈനസ് F2 സൈൻ തീറ്റ ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി എന്താണ് ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് എന്താ വൈ ഡയറക്ഷനിലാന്ന് പറഞ്ഞത്. അപ്പം റിസൾട്ടൻ്റ് എന്താ വരിക, F2 ഇൻറ്റു കോസ് തീറ്റ അല്ലേ വരിക. അപ്പം F2 ഇൻറ്റു കോസ് തീറ്റൻ്റെ മാഗ്നിറ്റ്യൂഡ് പോലെ എന്താന്ന് പറഞ്ഞാണ്, റിസൾട്ടൻ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് 12 ആണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇത്രയും നമുക്ക് എന്താക്കുക ഇവിടുന്ന് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വലിയ ഇങ്ങനെ പറയുമ്പോൾ കുറച്ച് ലെങ്തി ഒക്കെ ആയി തോന്നും. പക്ഷേ എന്താക്കുക ജനറലി പ്രൊസീഡ് ചെയ്യുക, എക്സ് കമ്പൗണ്ട് വൈ കമ്പൗണ്ട് ആക്കി സ്പ്ലിറ്റ് ആക്കുക. ക്വസ്റ്റ്യൻ പ്രകാരം എന്താണ് റിസൾട്ടൻ്റ് എന്താണ് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ എക്സ് ഡയറക്ഷനിൽ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 0 കിട്ടണമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ വൈ ഡയറക്ഷനിലെ റിസൾട്ടൻ്റ് എന്താ 12 ആണെന്ന് പറഞ്ഞത്. വൈ ഡയറക്ഷനിൽ ഒരു F2 കോസ് തീറ്റ ആണ്, അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ 12നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പം അത്രയും ചെയ്യാം. അപ്പോൾ അത്രയും ചെയ്ത് ഇതൊന്ന് വായിക്കണ്ടേ, രണ്ടിൻ്റെ എക്സ് കമ്പൗണ്ട് എടുക്കുക, വൈ കമ്പൗണ്ട് എടുക്കുക, റിസൾട്ടൻ്റ് വൈ ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് കമ്പൗണ്ട് ആഡ് ചെയ്താൽ 0 കിട്ടണം. വൈ ഡയറക്ഷനിലുള്ള റിസൾട്ടൻ്റെ മാഗ്നിറ്റ്യൂഡ് 12 ആണ്, റിസൾട്ടൻ്റ് 12 ആണ് തന്നത്. അപ്പോൾ വൈ കമ്പൗണ്ട് 12ന് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ പറയുക, ഈ മൈനസ് F2 അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പ്ലസ് F2 ആവും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കാം, F1 ഈക്വൽ ടു F2 റൈറ്റ് സൈഡിലോട്ടുണ്ട് F2 സൈൻ തീറ്റ എന്ന് വരും. അത് F1 ഈക്വൽ എന്താ വരുന്നത്, F2 ഇൻറ്റു സൈൻ തീറ്റ എന്ന് വരും. F1 ഈക്വൽ ടു F2 സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, പിന്നെ അടുത്ത റിലേഷൻ എന്താ, F2 കോസ് തീറ്റ ഈക്വൽ ടു 12 എന്ന് വരും. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞത്
പിന്നെ ഇങ്ങനെയാണ് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുന്നത്. ചില ക്വസ്റ്റ്യൻ എന്താകണം ഇവിടുന്ന് നമുക്ക് F1 F2 ആണ് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി എന്താ പറയുക, ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ എല്ലാം കഴിഞ്ഞ് അപ്പോൾ ഇനി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം പറഞ്ഞിട്ടുണ്ട്, കോർഡിനേറ്റ് ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ എന്താക്കണം, ചിലപ്പോൾ നിങ്ങൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താക്കുക, ഇവിടെ ഒരു സൈൻ തീറ്റ ഉണ്ട്, കോസ് തീറ്റ ഉണ്ട്. അപ്പോൾ സ്ക്വയർ വരാൻ വേണ്ടി എന്താക്കുക, രണ്ടും സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സ്ക്വയർ ചെയ്യുന്നതിൻ്റെ F1 സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, F2 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. അടിയിൽ എന്താ വരിക, 12ൻ്റെ സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, F2 സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ എന്താ വരിക, F2 സ്ക്വയർ കോമൺ ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വരും. ലെഫ്റ്റ് സൈഡിൽ എന്താ വരിക, F1 സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതെന്ത് വരും, 1 പോകും. ഇനി ഇവിടെ എന്തുണ്ട്, F1 ഉണ്ട് F2 ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ F1ന് എന്താക്കുക, F2ൻ്റെ ടേമിൽ എഴുതുക, F2ന് അല്ലെങ്കിൽ എന്താക്കുക, F1ൻ്റെ ടേമിൽ എഴുതുക. അതിന് എന്താക്കുക, ഈക്വേഷൻ യൂസ് ചെയ്യുക. അതായത് ഒന്നെങ്കിൽ എന്താക്കുക, F1 ഈക്വൽ എന്ത് കൊടുക്കുക, 80 മൈനസ് F2 എന്ന് കൊടുക്കുക. അപ്പോൾ അതെന്താക്കുക, ഇവിടെ പുട്ട് ചെയ്യുക. അപ്പോൾ എന്താക്കുക, ലാസ്റ്റ് F1നെ സോൾവ് ചെയ്തിട്ട് ഇവിടെ എന്താക്കുക, F2നെ സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ സോൾവ് ചെയ്യുന്നില്ല, ഈ സാധനം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പം ഈ സാധനം എന്താ, ഒന്നെങ്കിൽ നമുക്ക് എന്താക്കാന്ന് പറഞ്ഞ് ട്രയാങ്കുലർ ലോ ചെയ്യാന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എന്താക്കുക സ്പ്ലിറ്റ് ആക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞ്. ട്രയാങ്കുലർ ലോ ചെയ്യുമ്പോൾ സൈൻ എന്താ പറയുക, ട്രയാങ്കിളിൻ്റെ രണ്ട് ഐഡൻറ്റിറ്റി, ഒന്ന് സൈൻ റൂൾ അല്ലെങ്കിൽ കൊസൈൻ റൂൾ ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞ്. ഇനി സ്പ്ലിറ്റ് ആയിട്ടായിരുന്നു ചെയ്യുന്നതെങ്കിൽ ചില കേസിൽ നമുക്ക് എന്താക്കണം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ്. അപ്പം ഒരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, നമ്മൾ ഡീൽ ചെയ്യുന്ന സാധനം വെക്റ്റേഴ്സ് ആണോ സ്കേലർ ആണോ നോക്കാം. വെക്റ്റേഴ്സ് ആണെങ്കിൽ വെക്റ്റേഴ്സ് ആഡ് ചെയ്യുന്ന റൂൾ ഉണ്ട്, ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് ആലോചിക്കാം. പിന്നെ ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. റിസൾട്ടൻ്റ് ഇങ്ങോട്ട് എന്താ പറയുക, റിസൾട്ടൻ്റ് ബേസ് വെക്ടറിന് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അതിനെന്താക്കാം, ഡ്രോ ചെയ്യാൻ നോക്കാം. പിന്നാണ് എന്താ, രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു 18 തന്നിന്. അപ്പോൾ ക്വസ്റ്റ്യനിലെ ഇൻഫർമേഷൻ മാക്സിമം എന്താ പറയുക, മാത്തമാറ്റിക്കലി ഇങ്ങനെ എഴുതിയിട്ട് എന്താ മാക്സിമം യൂസ് ചെയ്യാം. അപ്പം ആകെ പഠിക്കേണ്ട സാധനം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ്, വെക്റ്റേഴ്സ് ആഡ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ട്രയാങ്കുലറിലോ അല്ലെങ്കിൽ പോളിഗണിലോ, അല്ലെങ്കിൽ എന്താകണം, അപ്പോൾ ട്രയാങ്കുലറിലോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താകണം, സൈൻ റൂൾ അല്ലെങ്കിൽ കൊസൈൻ റൂൾ. ഇനി പോളിഗണിലോ ആണെങ്കിൽ പിന്നെന്താ പറയുക, ആ ഒരു സന്ദർഭത്തിനനുസരിച്ചിരിക്കും. ഇനിയിപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്യേണ്ട, ജനറലായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ്, എല്ലാ കേസിനും യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് സ്പ്ലിറ്റാക്കി ചെയ്യുന്നത്. ഇപ്പോൾ സ്പ്ലിറ്റാക്കി ചെയ്യുമ്പം ചില കേസിൽ എന്താക്കാം, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി എന്താണ്, ഇപ്പോൾ ഒരു എന്താ പറയുക, ഫിസിക്സിൽ ഉപയോഗിക്കേണ്ടി വരുന്ന അങ്ങനത്തെ ഒരു പ്രോബ്ലം അല്ല, പ്യുവർലി വെക്ടറിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്താക്കുക, കുറച്ച് ഫിസിക്സിൽ ഉപയോഗിക്കേണ്ട കുറച്ച് സന്ദർഭം വന്നിട്ട് എന്താക്കുക, എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പഠിക്കേണ്ടി ഞാൻ പറഞ്ഞില്ലേ, എന്താ പറയുക, ഈ ഒരു സാധനമാണ് പഠിക്കേണ്ടി. ഒന്നെങ്കിൽ ട്രയാങ്കുലറിലോ വെച്ചാൽ നിങ്ങൾ ആഡ് ചെയ്യേണ്ടി, അല്ലെങ്കിൽ പോളിഗണിലോ വെച്ചായിരിക്കും. അല്ലെങ്കിൽ എന്താക്കുക, ഇത് രണ്ടും അല്ലെങ്കിൽ എന്താക്കുക, ഇത് രണ്ടും ആണെങ്കിൽ ചിലപ്പോൾ ഈ രണ്ട് റിലേഷൻ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും. ഇനി അത് രണ്ടും അല്ലെങ്കിൽ ജനറലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് സ്പ്ലിറ്റ് ആക്കിയിട്ട് ചെയ്യുന്നത്. അപ്പം ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താകും, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി എന്തെങ്കിലും ഐഡിയ കിട്ടും. അപ്പം ജസ്റ്റ് എന്താക്കുന്നത്, ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് എന്താകുക, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A stake is being pulled out of the ground by means of two ropes as shown, knowing that alpha equal to 30 degree. അതായത് ഈ ഒരു സ്റ്റേക്ക് എന്താണെന്നുണ്ട്, രണ്ട് റോപ്പ് വെച്ച് ഞാൻ മേലോട്ട് വലിക്കാൻ നോക്കുകയാണ്. എന്നിട്ട് ഇത് 120 ന്യൂട്ടൺ, ഇത് ഫിയറിൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇതെന്താണ്, 120 ന്യൂട്ടൺ ആണ്. ഇതെന്താണ്, പി ന്യൂട്ടൺ ആണ്, നമുക്കറിയില്ല. ഈ ആംഗിൾ ആൽഫ ഈക്വൽ എത്ര തന്നിട്ടുണ്ട്, 30 ഡിഗ്രി തന്നിട്ടുണ്ട്. ഈ ആംഗിൾ 25 ആണ്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കും. 25 ഡിഗ്രിയാണ് തന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ തന്നിന്. ചോദിച്ചത് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഫോഴ്സ് പി സോ ദാറ്റ് ദ റിസൾട്ടൻറ്റ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സ്റ്റേക്ക് ഈസ് വെർട്ടിക്കൽ എന്നാണ് പറഞ്ഞത്. അതായത് ഇങ്ങനൊരു ഫോഴ്സ് ഉണ്ട്, ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻറ്റ് വെർട്ടിക്കലി വരണമെങ്കിൽ ഈ പീൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താവണമെന്നാണ് ചോദിച്ചത്. ഓക്കെ, അപ്പം ഒന്നെങ്കിൽ ഇത് എന്ത് വെച്ച് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യുക,
രണ്ട് വെക്ടർ മാത്രമേ ഉള്ളൂ ട്രയാങ്കുലർ ലോ വെച്ച് പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്താക്കുക സ്പ്ലിറ്റ് ആയിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ജനറലി യൂസ് ചെയ്യാൻ പറ്റിയാണ് സ്പ്ലിറ്റ് ആക്കി ചെയ്യൽ. അപ്പം ജസ്റ്റ് സ്പ്ലിറ്റ് ആക്കിയിട്ട് എങ്ങനെയാണെന്ന് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത് എന്ത് രണ്ട് വെക്ടർ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് വെർട്ടിക്കലി മേലോട്ടാണെങ്കിൽ മറ്റേ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ് എന്ത് റിസൾട്ടൻ്റ് എങ്ങോട്ടാണെന്ന് പറഞ്ഞത് വെർട്ടിക്കലി മേലോട്ടാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്തുള്ള സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിൽ നിന്നുണ്ട് പി എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ നിന്നുണ്ട് 120 ന്യൂട്ടണിലെ അടുത്തൊരു ഫോഴ്സ് ഉണ്ട്, വെക്ടർ അല്ലെങ്കിൽ ഫോഴ്സ് ഉണ്ട്. ഈ ആംഗിൾ എത്ര തന്നേന്? ഈ ആംഗിൾ 25 ആണ് ഫിഗറിൽ തന്നേന്. ഈ ആംഗിൾ ക്വസ്റ്റ്യനിൽ 30 ഡിഗ്രിയാണ് തന്നേന്. അപ്പം എന്താക്കുക ഇപ്പോൾ വെക്ടറിൻ്റെ സമ്മ് കാണണം. വെക്ടറിൻ്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താക്കുക ജനറലായിട്ട് ചെയ്യുമ്പം എക്സും വൈയും ചൂസ് ചെയ്യാന്ന് പറഞ്ഞ്. അപ്പോൾ ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ നോക്കിയിട്ട് നമുക്ക് എന്താക്കുക ഇത് എക്സും റിസൾട്ടൻ്റ് വെർട്ടിക്കലി മേലോട്ടാന്ന് പറഞ്ഞത്. അപ്പോൾ വെർട്ടിക്കലി മേലോട്ട് വൈയും എന്താക്കുക നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, വൈയും ചൂസ് ചെയ്യാം. അപ്പം എന്താക്കുക എക്സ് കാണുക, പി ഇവിടെ രണ്ട് വെക്ടറുകൾ പി എന്ന് പറഞ്ഞ ഫോഴ്സും 120 എന്ന് പറഞ്ഞ ഫോഴ്സും. അപ്പോൾ പീൻ്റെ എക്സ് കമ്പൗണ്ട് കാണാം, പീൻ്റെ വൈ കമ്പൗണ്ട് കാണാം, ഇതിൻ്റെ എക്സ് കമ്പൗണ്ട് കാണാം, ഇതിൻ്റെ വൈ കമ്പൗണ്ട് കാണാം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരിക, ഈ പീൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ ഈ ആംഗിൾ എന്താ വരിക, ഇത് 30 ആണെങ്കിൽ കൊണ്ട് ഇതെന്താ ഒരു 60 ഡിഗ്രി വരും. അപ്പോൾ പീൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ ഈ ലെന്ത് എന്താ വരിക, പീൻ്റെ ഈ എക്സ് ഈക്വൽ എന്ത് വരും, പി ഇൻറ്റു കോസ് 60 എന്ന് വരും. ഇനി അടുത്ത് 120ൻ്റെ എക്സ് കമ്പൗണ്ട്. 120ൻ്റെ എക്സ് കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഇത് 25 ആയതുകൊണ്ട് ഇതെന്താ വരിക 75 വരിക. അപ്പോൾ 120 ഇൻറ്റു 75 ആംഗിൾ മാറിയിട്ടുള്ള കമ്പൗണ്ടാണ്. അപ്പോൾ 120 ഇൻറ്റു കോസ് 75 എന്ന് വരും. അപ്പോൾ 120ൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ എന്താ വരിക 120 ഇൻറ്റു കോസ് 75 എന്ന് വരും. ഇനി എങ്ങോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്, നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ്. അപ്പോൾ മൈനസ് ഇത് കൊടുക്കുക. ഇനി സിമിലർലി വൈ കമ്പൗണ്ട് കൊടുക്കുക. അപ്പോൾ പീൻ്റെ വൈ കമ്പൗണ്ട് എന്താ, വൈ കമ്പൗണ്ട് പറയുമ്പോൾ ഇതാണ് വൈ ഡയറക്ഷൻ. അപ്പോൾ വൈ ഡയറക്ഷനിലേക്കുള്ള ആംഗിൾ എന്താ 30 ആണ്. അപ്പോൾ പീൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ പി ഇൻറ്റു കോസ് ഓഫ് 30 വരും. ഇനി 120ൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ വരിക, 120ൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 120 വൈ കമ്പൗണ്ടിലേക്കുള്ള ആംഗിൾ 25 ആണ്. അപ്പോൾ 120 ഇൻറ്റു കോസ് ഓഫ് 25 എന്ന് വരും. 120 ഇൻറ്റു കോസ് ഓഫ് 25 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, രണ്ട് വെക്ടറിൻ്റെ എക്സും കിട്ടി വൈയും കിട്ടി. അപ്പോൾ നമുക്ക് എന്താക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ മാറ്റി എഴുതാം, ഇത് നമുക്ക് ഒരൊറ്റ സിംഗിൾ എക്സും ഒരൊറ്റ സിംഗിൾ വൈയും ആക്കി മാറ്റാം. അപ്പോൾ സിംഗിൾ എക്സിൽ എന്താ വരിക 120, സിംഗിൾ എക്സിൽ എന്താ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പി കോസ് 60 പ്ലസ് മൈനസ് 120 കോസ് 75. അപ്പോൾ എക്സ് കമ്പൗണ്ടിൽ എന്താ വരിക പി കോസ് 60 പ്ലസ് മൈനസ് 120 കോസ് 75 എന്ന് വരും. ഈ വൈ കമ്പൗണ്ട് എന്താ വരിക, വൈ കമ്പൗണ്ടിൽ നമ്മൾ എന്താ പറയുക പി കോസ് 30 പ്ലസ് 120 കോസ് 25 എന്ന് വരും. അപ്പോൾ ഇതെന്താ വരിക പി കോസ് 30 പ്ലസ് 120 കോസ് 25 എന്ന് വരും. അപ്പം നമ്മൾ വെക്ടർ എന്ത് കിട്ടി, അപ്പോൾ നമ്മളെ ഇതാണെന്ത് റിസൾട്ടൻ്റ് വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സും വൈയും കിട്ടി. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് സോ ദാറ്റ് ദ റിസൾട്ടൻ്റ് ഫോഴ്സ് എക്സർട്ടഡ് ഓൺ ദ സ്റ്റേക്ക് ഈസ് വെർട്ടിക്കൽ. വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ വൈ ഡയറക്ഷനിലാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ അതിനർത്ഥം എന്താ, ഈ സാധനം എന്തായി പോകണം 0 ആയി പോകണം. അപ്പോൾ ഇതെന്താക്കുക 0നോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് 0നോട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടും പി മാത്രമല്ല ഇവിടെ അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ പി കിട്ടും. അപ്പോൾ ആ പി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പീൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടും കറസ്പോണ്ടിങ് ആയി മാഗ്നിറ്റ്യൂഡ് റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് ചോദിച്ചു. അപ്പോൾ റിസൾട്ടൻ്റ് ഫോഴ്സ് പറഞ്ഞാൽ എന്താ, ഈ വൈ ഡയറക്ഷനിലാണ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ വൈ ഡയറക്ഷനിൽ എന്താ നമ്മളുടെ അടുത്തുള്ള ഈ സാധനമാണ്. അപ്പം ഇതാണ് എന്ത് റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പം ഈ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിൻ്റെ പി കിട്ടണം. പി എങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്ത് പറഞ്ഞാണ് റിസൾട്ടൻ്റ് വൈ ഡയറക്ഷനിലാന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്താക്കുക 0നോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്താക്കുക പിക്ക് എന്താക്കുക സോൾവ് ചെയ്യുക. ആ പീൻ്റെ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിസൾട്ടൻ്റ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഞാൻ ഫൈനൽ ആൻസർ ചെയ്യുന്നില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഈ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ പഠിക്കേണ്ട ഈ സാധനം ഇത്രയേ ഉള്ളൂ. അതായത് സ്പ്ലിറ്റ് ആക്കുക. ഏത് വെക്ടർ ഉണ്ടെങ്കിലും വെക്ടർ ആഡ് ചെയ്യേണ്ട കേസ് ആണെങ്കിൽ എക്സ് കമ്പൗണ്ട് ആക്കി വൈ കമ്പൗണ്ട് ആക്കിയിട്ട് സ്പ്ലിറ്റ് ആക്കുക. എന്നിട്ട് ക്വസ്റ്റ്യനിലുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമ്മൾ എന്താക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താ റിസൾട്ടൻ്റ് വെർട്ടിക്കലി മേലോട്ടായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കമ്പൗണ്ട് എന്താ 0നോട് ഇക്വേറ്റ് ചെയ്യുക.
അപ്പോൾ റിസൾട്ടൻ്റ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വെർട്ടിക്കലിയുള്ള കമ്പൗണ്ട് ആണല്ലോ നമ്മളെ റിസൾട്ടൻ്റ്. അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ടൻ്റ് വരിക. അപ്പോൾ ഇത് റിസൾട്ടൻ്റ് വരാൻ പി ഇവിടെ നോക്കുകയാണെങ്കിൽ പീൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടണം. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട്, അതായത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ എന്താക്കുക 0 ഡിക്കേറ്റ് ചെയ്യുമ്പോൾ പിക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ വൈ ഡയറക്ഷനിലെ കമ്പൗണ്ട് കിട്ടും, അതായത് റിസൾട്ടൻ്റ് കിട്ടും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ എന്താക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഒരു പൈപ്പ് ഉണ്ട്, പൈപ്പിൻ്റെ മുകളിൽ നിന്ന് ഒരു ഫോഴ്സ് ഉണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങനെ ഉണ്ട്, ഒരു ഫോഴ്സ് ഇങ്ങനെ ഉണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എന്താ അതിൻ്റെ ഡിറ്റർമൈൻ ദ റിസൾട്ടൻ്റ് ഓഫ് ദി ഫോഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ റിസൾട്ടൻ്റ് എന്ന ഡയറക്ഷനിലാണെന്നൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ചോദിച്ചത് എന്താ ഡിറ്റർമൈൻ ദ റിസൾട്ടൻ്റ് ഓഫ് ദി ഫോഴ്സ് എന്നാണ് ചോദിച്ചത്, 3 ഫോഴ്സ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മളടുത്ത് 3 ഫോഴ്സ് ഉണ്ട്. അപ്പം ഒരു ഫോഴ്സ് എന്താണ് 200 ന്യൂട്ടൺ ഇങ്ങോട്ടുണ്ട്, മറ്റേ ഫോഴ്സ് എന്താണ് ഇങ്ങോട്ടൊരു 150 ന്യൂട്ടൺ ഉണ്ട്, വേറൊരു ഫോഴ്സ് എന്തുണ്ട് ഇങ്ങോട്ടൊരു 100 ന്യൂട്ടൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താക്കുക, ഒരു എക്സും വൈയും ചൂസ് ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻ കിട്ടിയെന്ന് മനസ്സിലാകുന്നത് ഇങ്ങോട്ടൊരു വേണം എക്സ് ചൂസ് ചെയ്യുക, ഇങ്ങോട്ട് എന്താക്കുക ഒരു പോസിറ്റീവ് വൈ എന്താക്കുക ചൂസ് ചെയ്യാം. അപ്പം ഇവിടെ ഏതൊക്കെ ആംഗിൾ തന്നിന്, ഈ ആംഗിൾ ആൽഫ 35 ആണ് തന്നിന്, ഈ ആംഗിൾ 30 ആണ് തന്നിന്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് 90 ഉണ്ടാവും. അപ്പോൾ ഈ ആംഗിൾ ബാക്കി എന്താ വരിക, 30 65 കഴിച്ച് ബാക്കി എത്ര വരിക 25 വരും. ഇനി ഈ ആംഗിളും ആൽഫ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 35. അപ്പോൾ ഈ ആംഗിൾ എന്താ വരിക, മൊത്തം ഈ ഒരു മൊത്തം 190 ആണ് വരിക. അപ്പോൾ ഇത് എന്താ വരിക 55 അല്ലേ വരിക, 55 വരും, 55 വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ആംഗിൾ നമുക്ക് എന്താ കിട്ടി. ഇനി നമുക്ക് എന്താക്കുക, എസ് കമ്പൗണ്ട് കാണാം, വൈ കമ്പൗണ്ട് കാണാം, ഓരോന്നിൻ്റെ എസ് കമ്പൗണ്ട് കാണാം. അപ്പോൾ 100ൻ്റെ എസ് കമ്പൗണ്ട് നോക്കുകയാണെങ്കിൽ എന്താ വരിക, 100ന് 35 ഡിഗ്രി മാറിയിട്ടാണ് എക്സ് ഡയറക്ഷനിൽ. അപ്പോൾ 100 ഇൻറ്റു കോസ് 35 എന്ന് വരും. അപ്പോൾ 100ൻ്റെ എക്സ് കമ്പൗണ്ട് പറയുന്ന 100 ഇൻറ്റു കോസ് 35 വരും. ഇനി 150ൻ്റെ എസ് കമ്പൗണ്ട് പറയുമ്പോൾ എന്താ വരിക, 150ന് 30 + 35 65 ആംഗിൾ മാറിയിട്ടാണ് എസ് കമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ 115 ഇൻറ്റു 150ൻ്റെ എസ് കമ്പൗണ്ട് പറയുന്നാൽ 115 ഇൻറ്റു എത്ര ആംഗിൾ മാറിയിട്ടാണ് 65 ആംഗിൾ മാറിയിട്ട്, അതായത് കോസ് 65 എന്ന് വരും. ഇനി 200ന് എത്ര ആംഗിൾ മാറിയിട്ട് എസ് കമ്പൗണ്ട് ഉള്ളത്, 55 ഡിഗ്രി മാറിയിട്ടാണ് എസ് കമ്പൗണ്ട് ഉള്ളത്. പക്ഷേ അതെന്താണ് നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ 200ൻ്റെ എക്സ് കമ്പൗണ്ട് പറയുമ്പോൾ -200 ഇൻറ്റു കോസ് 55 എന്ന് വരും. ഇനി സിമിലർലി എന്താക്കുക, ഓരോന്നിൻ്റെയും വൈ കമ്പൗണ്ട് ചെയ്യുക. അപ്പോൾ വൈ കമ്പൗണ്ട് ചെയ്യുമ്പോൾ 100ൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക, 100ന് വൈ കമ്പൗണ്ടിലേക്കുള്ള ആംഗിൾ എത്ര ആംഗിൾ മാറിയിട്ടാണ് വൈ കമ്പൗണ്ട് ഉള്ളത്, 30 + 25, അതായത് 55 ആംഗിൾ മാറിയിട്ടാണ്. അപ്പം 100 ഇൻറ്റു കോസ് 55 ചെയ്യാം. ഇനി 150ൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക, 115 ഇൻറ്റു 115 എത്ര ആംഗിൾ മാറിയിട്ടാണ്, 115ന് 25 ആംഗിൾ മാറിയിട്ടാണ് ഉള്ളത് വൈ കമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ കോസ് 25 വരും. ഇനി സിമിലർലി 200 എന്താ വരിക, 200ന് 35 ആംഗിൾ മാറിയിട്ടാണ്. എല്ലാം എന്താണ് പോസിറ്റീവ് വൈയിലേക്കാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ 200 ഇൻറ്റു കോസ് 35 എന്ന് വരും, പ്ലസ് 200 ഇൻറ്റു കോസ് 35 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഓരോ എക്സ് കിട്ടി, ഓരോ വൈ കിട്ടി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയാം, നമുക്കൊരു നെറ്റ് എക്സ് ഡയറക്ഷനിൽ ഒരു സാധനം കിട്ടും, നെറ്റ് എന്ത് കിട്ടും വൈ ഡയറക്ഷനിൽ ഒരു സാധനം കിട്ടും. അപ്പോൾ എല്ലാം കൂടി എന്താ ഈ എക്സ് ഡയറക്ഷനിൽ എന്താക്കുക, എല്ലാം കൂടി നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക. സിമിലർലി എസ് ഡയറക്ഷൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക, വൈ ഡയറക്ഷൻ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്തിട്ടുണ്ട് എക്സ് ഡയറക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കൊടുക്കുക, വൈ ഡയറക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ടൻ്റ് എന്താ വരിക, റിസൾട്ടൻ്റ് എന്താ പറയുക, ഈ ഒരു ഡയറക്ഷനിൽ √ ഓഫ് എസ് കമ്പൗണ്ടിൻ്റെ മൊത്തം ആഡ് ചെയ്തതിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് മൊത്തം ആഡ് ചെയ്തതിൻ്റെ സ്ക്വയർ കിട്ടും. നമ്മൾ ആ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എന്താ പറയുക എക്സ് ആക്സിസിൽ നിന്ന് തീറ്റ ആംഗിൾ മാറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഡയറക്ഷൻ കാണുക, ടാൻ തീറ്റ നമുക്ക് എന്ത് കൊടുക്കുക, ഈ സൈഡ്, അതായത് വൈ കമ്പൗണ്ട് ഡിവൈഡ് ബൈ ഈ സൈഡ് എസ് കമ്പൗണ്ട് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ടാൻ തീറ്റ എന്താ പറയുക, ടാൻ തീറ്റ = വൈ കമ്പൗണ്ട് ഡിവൈഡ് ബൈ എസ് കമ്പൗണ്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ കിട്ടും. തീറ്റ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ട് ഈ എക്സ് ഇങ്ങോട്ടാണ്, അവിടെ എന്താക്കുക തീറ്റയ്ക്ക് എന്താക്കുക സോൾവ് ചെയ്യുക. അപ്പോൾ എന്താക്കുക വെക്ടറിൻ്റെ അഡീഷൻ വരുമ്പോൾ നമ്മൾ അടുത്ത് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താക്കി, പിന്നെ കമ്പൗണ്ട് ആക്കുക, എന്നുണ്ടാക്കുക ജസ്റ്റ് പിന്നെ എക്സും വൈ ആക്കിയിട്ട് √ ഓഫ് എക്സ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ ചെയ്യുക. ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ എന്തായാലും നമുക്ക് റിസൾട്ടൻ്റ് നമുക്ക് എങ്ങനെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നാണ്, അതായത് റിസൾട്ടൻ്റ് എന്താണ് വെർട്ടിക്കലി മേലോട്ടാണെന്ന് പറഞ്ഞാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ എന്താക്കുക
ഇപ്പോൾ വെർട്ടിക്കലി മേലോട്ടുള്ളതാണ് റിസൾട്ട്. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമുക്ക് എന്ത് കൊടുക്കുക, സീറോനോട് ഇക്വേറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ എന്താ പറയുക, എങ്ങനെയാണ് ഈ ഒരു കൺസെപ്റ്റ് പഠിക്കാനുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്പ്ലിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രയാങ്കുലറിലോ യൂസ് ചെയ്യുക. അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാനുള്ളത് ഓരോ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് എന്താക്കുക, അതൊന്ന് പ്രാക്ടീസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഒരു അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത ക്വസ്റ്റ്യനിൽ എന്താണ്, ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ജസ്റ്റ് എന്താ പറയുക, റിസൾട്ടൻ്റ് കാണാമെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ വെക്ടറിൻ്റെ സമ്മ് കാണാമെന്ന് ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളോട് എന്ത് പറഞ്ഞില്ല, പിന്നെ നമ്മൾ വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ ദ ഫിഗർ എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് ആർ സെൻറ്റേഡ് അറ്റ് O വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് V. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ മൂവിങ് ഫ്രം A to B എന്നാണ് ചോദിച്ചത്. അപ്പം നമ്മളോട് ഇവിടെ ചെയ്യുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി, നമ്മൾ വെക്ടറുമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല, ചേഞ്ച് ഇൻ വെലോസിറ്റി എന്നാണ് ചോദിച്ചത്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി നമുക്ക് ആകെ അറിയുന്നത് എന്താ, ചേഞ്ച് ഇൻ ഡെൽറ്റ V എന്ന് പറയുമ്പോൾ എന്താ, V2 മൈനസ് V1 ആണ് അറിയാം. അതായത് ഫൈനൽ വെലോസിറ്റി മൈനസ് V ഫൈനൽ മൈനസ് V ഇനീഷ്യൽ ആണ് അറിയാം. അപ്പോൾ ഇവിടെ എന്താണ്, ഒന്നിന്ന് എന്താണ് മറ്റേത് മൈനസ് ചെയ്താണ്. അപ്പോൾ അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെന്നാ മൈനസ് ചെയ്യുന്നത്, ഇവിടെ എന്താണ് സ്കേലർ ആയിട്ടുള്ള ഒരു സാധനമല്ല, നമ്മൾ വെലോസിറ്റി, ഒരു വെലോസിറ്റിയിൽ നിന്ന് മറ്റേ വെലോസിറ്റിയാണ് മൈനസ് ചെയ്യുന്നത്. അതായത് വെക്ടറായിട്ട് എന്താണ്, വെക്ടറിൻ്റെ സബ്സ്ട്രാക്ഷൻ ആണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതാണെന്ത് ഫസ്റ്റ് ഇനീഷ്യൽ വെലോസിറ്റി, ഇതാണെന്ത് ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഈ ആംഗിൾ എല്ലാം തന്നത്, സപ്പോസ് ഈ ഇത്ര ടേൺ ചെയ്ത ആംഗിൾ മാത്രമേ തന്നിട്ടുള്ളൂ വിചാരിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് തന്നിട്ടില്ല വിചാരിച്ചു. അപ്പം അങ്ങനെ കാണാം, ഈ ആംഗിൾ എങ്ങനെ കാണും, അതായത് ഈ വെർട്ടിക്കലി ഇതുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 60 ആണെങ്കിൽ ഈ സാധനം ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 90 മൈനസ് 60, അതായത് 30 ഡിഗ്രി ആയിരിക്കും. അതായത് എങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലൈന് അല്ലെങ്കിൽ ഒരു ലൈന് അത് വെർട്ടിക്കലായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരു ലൈന് അത് വെർട്ടിക്കലായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ആ ലൈന് ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്തായിരിക്കും, 90 മൈനസ് ആംഗിൾ ആയിരിക്കും മനസ്സിലാക്കാം. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ആംഗിൾ എന്ത് കിട്ടും, 30 ഡിഗ്രി കിട്ടും. കാരണം ഈ ലൈന് ഹൊറിസോണ്ടലായിട്ട് എന്തിട്ട്, വെർട്ടിക്കലായിട്ട് 60 ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് എന്ത് കിട്ടും, 30 കിട്ടും. അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് എന്താണ് 30 ആണ്, 30 കിട്ടിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്ത് വരും, അല്ലെങ്കിൽ ഞാൻ ഇതൊന്ന് വരച്ചു ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ ലൈന്. ഈ ലൈന് വെർട്ടിക്കലായിട്ട് 60, അങ്ങനെയാണെങ്കിൽ ഈ ലൈനിൻ്റെ ഈ ഒരു ആംഗിൾ എന്ത് വരും, 30 ഡിഗ്രി വരും. അതായത് ഈ ലൈന് ഒറിജിനലായിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ആംഗിൾ 30 അല്ലെങ്കിൽ ഈ ആംഗിൾ 30 എന്ന് പറയാം. കാരണം ഇതെന്താണ് 90 ആണല്ലോ, കാരണം ടാൻജൻ്റ് ആണല്ലോ. ഈ ആംഗിൾ എന്താണ് 30 എന്ന് പറയാം. അപ്പം നമ്മൾ കിട്ടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വെക്ടറിൻ്റെ എന്താ പറയുക, വെക്ടർ ഇപ്പോൾ രണ്ട് വെക്ടർ മൈനസിൻ്റെ കേസിലാണെങ്കിൽ ആ വെക്ടറിൻ്റെ ആംഗിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുക, റൂട്ട് ഓഫ് എക്സ് കമ്പൗണ്ട് സ്ക്വയർ പ്ലസ് വൈ കമ്പൗണ്ട് സ്ക്വയർ ചെയ്യുക. അപ്പോൾ അതാണെന്ത് ചെയ്യേണ്ടി. ഇപ്പോൾ വി ഫൈനൽ മൈനസ് വി ഇനീഷ്യൽ ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക, വി ഫൈനലിനോട് എന്താ ആഡ് ചെയ്താൽ മൈനസ് വി ഇനീഷ്യൽ ആഡ് ചെയ്താണ്. അപ്പോൾ ആ കേസിൽ എന്താ വരിക, ഇപ്പോൾ ഒരു വെക്ടർ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ മൈനസ് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ജസ്റ്റ് എന്താ തിരിച്ചിടുക. അപ്പോൾ ഇതാണ് എന്ത് മൈനസ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ കേസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനൽ വെക്ടർ എങ്ങനെയാണ്, ഫൈനൽ വെക്ടർ ഒന്ന് വായിക്കുന്നുണ്ട്. ഫൈനൽ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ്. ഫൈനൽ വെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് വി ബി ആണ്. ഇനീഷ്യൽ വെക്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്താ വി എ ആണ്. അപ്പോൾ മൈനസ് വി എന്ന് പറയുമ്പോൾ എന്ത് വരിക, ഇതാണ് എന്ത് വരിക, മൈനസ് വി എ വരിക. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്താണ് എന്ത് നമ്മളെ വി ബി മൈനസ് വി എന്ന് പറയുന്നത്. അപ്പം ഇതെന്താക്കണം, ഇത് രണ്ടും ആഡ് ചെയ്താണ് എന്ത് വി എയും മൈനസ് വി എയും വി ബി ആഡ് ചെയ്താണ് എന്ത് നമ്മളെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ആംഗിൾ കാണണം. അപ്പോൾ ഈ ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് 60 ഡിഗ്രി എന്ന് പറഞ്ഞാണ് നേരത്തെ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കാം. ഈ ലൈന് വെർട്ടിക്കലായിട്ട് 60 ഡിഗ്രി. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് 90 ആണ്, ടാൻജൻറ്റ് വരുമ്പോൾ 90 ആണ് വരിക. അപ്പോൾ ഇത് 90 ആണ്, ഇത് 60 ആകുമ്പോൾ ഇതെന്താണ് 30 ആണ് വരിക, ഇതും 30 ആണ് വരിക. അപ്പോൾ അതായത് ഈ ഒരു ബി ബി എന്ന് പറഞ്ഞ വെക്ടർ ഹൊറിസോണ്ടലായിട്ട് എന്താണ് 60 ഡിഗ്രി ആണ് മനസ്സിലാക്കാം.
അല്ല 60 അല്ല 30 ആണെന്ന് മനസ്സിലായി, പക്ഷെ ഇവിടെ 60 എന്നാണ് എഴുതിയത്. ഫിയർ തെറ്റാണോ ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്നറിയില്ല. കാരണം ഇത് 60 ആണ് വരിക, ഇത് 90 ആണ് വരിക. അപ്പോൾ ഇത് 30 ആകുമ്പോൾ ഇത് 30, ഇത് 90. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് ഈ ലൈന് ഇത് 90, അപ്പോൾ ഇതെന്താ വരിക 30 ആണ് വരിക. അപ്പോൾ ഇത് മൊത്തം 180 ആയതുകൊണ്ട് ഇതെന്താ വരിക 60 ആണ് വരിക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിനും ഒരു ലൈന് വെർട്ടിക്കലായിട്ടൊരു തീറ്റ ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ ആ ലൈൻ എന്താ ഹൊറിസോണ്ടലായിട്ട് എന്താ ഉണ്ടാക്കണം 90 മൈനസ് തീറ്റ എന്ന് പറഞ്ഞിരുന്നു. അതായത് ആ ലൈൻ ഹൊറിസോണ്ടലായിട്ട് എന്താ, അതായത് ഈ ആംഗിളാണ് നോക്കുക. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് എന്തത് 90 ആകുമ്പോൾ ഇത് 90 മൈനസ് തീറ്റ ആണല്ലോ വരിക. ഓക്കെ, അപ്പോൾ അത് ഇത് വെർട്ടിക്കലായിട്ട് 60 ഡിഗ്രി, അപ്പോൾ ഹൊറിസോണ്ടലായിട്ട് ഇത് എന്ത് വരും 30 ഡിഗ്രി വരും. അപ്പോൾ ഇത് 90 ആണ്, അപ്പോൾ 90യും 30യും ഇത് എന്ത് വരിക 60 ഡിഗ്രി വരും. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വരും 60 ഡിഗ്രി വരും. ഓക്കെ, ഇത് എന്തെന്ന് 60 ഡിഗ്രി വന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താക്കുക വി ബി മൈനസ് വി ആണ് കാണേണ്ടത്. അപ്പോൾ വി ബി മൈനസ് വി കാണുമ്പോൾ എന്താക്കുക രണ്ട് വെക്ടറേയും കൊണ്ട് നമുക്ക് ട്രാങ്കുലറിലോ വെക്കാം. പക്ഷേ ജനറലൈസ് ഞാൻ പറഞ്ഞ നേരത്തെ മറ്റെന്താക്കുക ജനറലൈസ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് എന്താക്കുക ഒരു എക്സും ഒരു വൈയും എന്താക്കുക ചൂസ് ചെയ്യാം. അപ്പോൾ ബി ബിൻ്റെ എക്സ് കമ്പൗണ്ട് എന്താ വരിക, ബി ബിൻ്റെ എക്സ് കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇത് വരും. അതായത് വി ബിന്ന് 60 ഡിഗ്രി മാറിയിട്ടാണ് എക്സ് കമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ വി ബി ഇൻറ്റു കോസ് 60 വരും. അതായത് വി ബി ബൈ 2 എന്ന് വരും. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് പിന്നെ സർക്കിള് റേഡിയസ് ആർ സെൻറ്റേഡ് വിത്ത് കോൺസ്റ്റൻറ്റ് സ്പീഡ് എന്ന് പറഞ്ഞത്. അതായത് വിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താകുന്നുണ്ട് മാറുന്നില്ല, ജസ്റ്റ് ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് വി ബി എന്നുള്ളതിന് പകരം നമുക്ക് എന്താ ജസ്റ്റ് വി എന്ന് കൊടുക്കാം. അപ്പം ജസ്റ്റ് എന്താക്കാം നമുക്ക്, അല്ലെങ്കിൽ ഇവിടെ വി ബി ബൈ 2 തന്നെ കൊടുക്കാം. ലാസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വി ബി ബൈ 2 എന്ന് കൊടുക്കാം. വി ബി ബൈ 2. അപ്പോൾ വി ബിൻ്റെ എക്സ് കമ്പൗണ്ട് പറഞ്ഞാൽ വി ബി ബൈ 2, വി ബിൻ്റെ എക്സ് കമ്പൗണ്ട് എന്ത് കിട്ടി വി ബി ബൈ 2 എന്ന് കിട്ടി. ഈ വി ബിൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക വൈ ഡയറക്ഷനിൽ ഇത് ഒരു 30 ഡിഗ്രി വരും. അപ്പോൾ വി ബിൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക, അപ്പോൾ വി ബിൻ്റെ വൈ കമ്പൗണ്ട് എന്ത് വരും വി ബി ഇൻറ്റു കോസ് 30 വരും. അതെന്താ വരിക വി ബി ഇൻറ്റു റൂട്ട് 3/2 എന്ന് വരും. അപ്പം ഇതെന്തിട്ടി വി ബിൻ്റെ വൈ കമ്പൗണ്ട് കിട്ടി. ഇനി മൈനസ് വി എന്ന് പറയുന്നത് എന്താ നെഗറ്റീവ് എക്സ് ഡയറക്ഷനിലല്ലേ വരുന്നത്. അപ്പം വി എൻ്റെ പിന്നെ എക്സ് കമ്പൗണ്ട് പറഞ്ഞാൽ എന്താ മൈനസ് വി ആ വരിക. കാരണം എക്സ് ആക്സിലായിട്ടുള്ള ആംഗിൾ എന്താ 0 ആണ് വരിക. അപ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷനാണ് പോയിന്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജസ്റ്റ് എന്ത് വരും മൈനസ് വരുന്നത്. മൈനസ് കോസ് 0 ആംഗിൾ 0 ആയിക്കൊണ്ട് കോസ് 0 പറയുമ്പോൾ 1 വരും. അപ്പോൾ മൈനസ് വി എന്ന് കൊടുക്കുക. ഇനി വി എൻ്റെ വൈ ഡയറക്ഷനിലെ കമ്പൗണ്ട് എന്താ വരിക 90 വരും. അപ്പോൾ വി ഐൻ്റെ കോസ് 90 പറയുമ്പോൾ 0 ആണ് വരിക. അപ്പം വി എൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക വി എൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക 0 ആണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്ത് വരും നെറ്റ് എക്സ് ഡയറക്ഷനിൽ എന്താ പറഞ്ഞത് നെറ്റ് എക്സ് ഡയറക്ഷനിൽ റൈറ്റ് സൈഡിലോട്ട് എന്തുണ്ട് റൈറ്റ് സൈഡിലോട്ട് വി ബിൻ്റെ എക്സ് കമ്പൗണ്ട് ആയിട്ടുള്ള വി ബി ബൈ 2 ഉണ്ട്. അപ്പം റൈറ്റ് സൈഡിലോട്ട് വി ബി ബൈ 2. ഇനി മറ്റേൻ്റെ എക്സ് ഡയറക്ഷൻ എക്സ് കമ്പൗണ്ട് എത്ര വരിക, അതായത് വി എൻ്റെ എക്സ് ഡയറക്ഷൻ എത്ര വരിക മൈനസ് വി ആണ് വരിക. അപ്പം മൈനസ് വി എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ട് എന്തുണ്ട് മൈനസ് വി എ വന്നു. ഇനി വൈ കമ്പൗണ്ട് വി ബിൻ്റെ വൈ കമ്പൗണ്ട് എത്ര റൂട്ട് 3/2 വി ബി ആണ്. ഇനി വി എൻ്റെ വൈ കമ്പൗണ്ട് എന്താ 0 ആണ്. അപ്പം നെറ്റ് മേലോട്ടുള്ളത് എന്താ വരിക റൂട്ട് 3/2 വി ബി എന്ന് വരും. ഇവിടെ എന്ത് പറഞ്ഞാണ് മാഗ്നിറ്റ്യൂഡിന് എന്തില്ല വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡിന് എന്തല്ല ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. ചേഞ്ചിന് വിത്ത് കോൺസ്റ്റന്റ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വി ബി നമുക്ക് എന്ത് കൊടുക്കുക ജസ്റ്റ് വി എന്ന് കൊടുക്കുക. ഇവിടെ നമുക്ക് വി കൊടുക്കുക, ഇവിടെ നമുക്ക് വി കൊടുക്കാം. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ വി ലെഫ്റ്റിലോട്ട് മൈനസ് വി ഉണ്ട്, റൈറ്റിലോട്ട് വി ബിൻ്റെ ബൈ 2 ഉണ്ട്. അപ്പം നെറ്റ് എന്താ വരിക ലെഫ്റ്റിലോട്ട് വി ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ്
വി ഐ ഈക്വൽ ടു വി ബി ഈക്വൽ ടു ബി ആണെന്ന് പറഞ്ഞു. മാഗ്നിറ്റ്യൂഡ് എന്നല്ല, ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ റൈറ്റ് സൈഡിലോട്ട് ഈ അപ്പം നമുക്കിവിടെ എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് വരും, b/2 വരും. ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് വരും, v/2 വരും. മേലോട്ട് എന്ത് വരും, √3/2 v വരും. അപ്പം അതിൻ്റെ റിസൾട്ടൻ്റ് എന്താ വരിക, √v/2ൻ്റെ സ്ക്വയർ പ്ലസ് √3/2 വിൻ്റെ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇതാണ് എന്ത് വരിക, നമ്മളെ VA മൈനസ് VBൻ്റെ ആൻസർ വരിക. അതായത് വി ഫൈനൽ മൈനസ് വി ഇനിഷ്യലിൻ്റെ ആൻസർ എന്താ വരിക, ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. തോന്നുന്നു ജസ്റ്റ് വി തന്നെ കിട്ടാൻ തോന്നുന്നുണ്ട്. അപ്പം പ്രൊസീഡ് ചെയ്യേണ്ട ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ആണെങ്കിൽ ഒന്നുകൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതായത് ഈ ഫിയറിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്, സർക്കുലർ പാത്തിലേക്ക് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യലി VA ആയിരുന്നു, ഫൈനൽ VB ആയി. അപ്പം നമുക്ക് എന്താകണം, VA മൈനസ് VB കാണണം. അപ്പോൾ അതായത് VB മൈനസ് VA കാണണം. അതായത് V ഫൈനൽ മൈനസ് V ഇനിഷ്യൽ കാണണം. അതായത് V ഫൈനലോട് എന്ത് കൂട്ടണം, മൈനസ് V ഇനിഷ്യൽ കൂട്ടണം. അപ്പോൾ VB ഇങ്ങോട്ടാന്ന് പറഞ്ഞ് VA ഇങ്ങോട്ട് അതിനുമ്പോൾ മൈനസ് V എന്ന് പറയുമ്പോൾ ലെഫ്റ്റിലോട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളെ രണ്ട് വെക്ടർ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിനെന്താക്കുക, നമുക്ക് എക്സും വൈയും ചൂസ് ചെയ്ത് എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ലാസ്റ്റ് √(x) സ്ക്വയർ പ്ലസ് y സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, അതിൻ്റെ സം കിട്ടി. അപ്പം x y സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ആംഗിൾ തന്നിന്, ഒറിജിനലായിട്ട് ഇത്ര ആംഗിളാണ് തന്നിന്. അപ്പോൾ അത് തന്നിട്ടില്ലെങ്കിൽ എന്താക്കുക, ജോമെട്രി യൂസ് ചെയ്യാമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വെക്ടറിൻ്റെ സമ്മേഷൻ ചെയ്യാൻ പഠിക്കാനുള്ള എന്താണ്, ഇത് മാത്രമേ ഉള്ളൂ. അതായത് എന്ത്, ട്രയാങ്കുലറിലോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യേണ്ടല്ലോ. അപ്പം ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാകും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആ ഉപയോഗിക്കേണ്ട രീതിയാണ് എന്ത്, ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താക്കുക, അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്വിമ്മർ ക്യാൻ സ്വിം അറ്റ് ദ റേറ്റ് ഓഫ് 5 km/h ഇൻ സ്റ്റിൽ വാട്ടർ. സ്റ്റിൽ വാട്ടർ എന്ന് പറയുമ്പോൾ എന്താ, അനങ്ങാണ്ടിരിക്കുന്ന വാട്ടറിൽ എന്താ 5 km/h മൂവ് ചെയ്യും, സ്വിം ചെയ്യാന്ന് പറഞ്ഞ്. അതായത് അനങ്ങാണ്ടിരിക്കുന്ന വാട്ടറിൽ 5 km/h മൂവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സ്വിമ്മറിന്റെ വെലോസിറ്റി ആണ് എന്ത്, 5 km/h എന്ന് പറയുന്നത്. 1 km wide river flow at the rate of 3 km/h. അതായത് റിവർ എന്താകുന്നുണ്ട്, 3 km/h മൂവ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. The swimmer wishes to swim across the river directly opposite to the starting point. Calculate the what direction must be the swimmer swim, what should be his resultant velocity, how much time will take to cross the river എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ഫസ്റ്റത്തെ രണ്ട് ക്വസ്റ്റ്യൻ എന്താണ്, വെക്ടറായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ വെക്ടറായിട്ട് എങ്ങനെ ബേസ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞെന്താ, ഒരു റിവർ ഉണ്ട്. ആ റിവറിൽ റൈറ്റിലോട്ടാണ് റിവർ ഫ്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ റിവറിൻ്റെ വെലോസിറ്റി എന്താ വരിക, റിവറിൻ്റെ വെലോസിറ്റി 3 km/h ആണെന്ന് പറഞ്ഞു. 3 km/h ആണെന്ന് പറഞ്ഞു. ഇനി റിവറിൽ സ്വിമ്മറിൻ്റെ വെലോസിറ്റി എന്താ, സ്വിമ്മറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താ, 5 km. അതായത് സ്വിമ്മറിൻ്റെ വെലോസിറ്റി 5 km/h എന്നാണ്. ഇപ്പോൾ സ്വിം ചെയ്യുകയാണെങ്കിൽ 5 km/h സ്വിം ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, രണ്ടാമത്തെ സെൻറ്റൻസ് ഒന്ന് ശ്രദ്ധിച്ചാൽ, The swimmer wishes to swim across the river directly opposite the starting point. അപ്പോൾ ഇവിടെ നിന്നാണ് സ്വിം ചെയ്യുന്നതെങ്കിൽ ഓന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരണം എന്നാണ് ഉദ്ദേശിച്ചത്. അതായത് ഇവൻ ഇങ്ങോട്ട് ചാടുമ്പോൾ എന്താവും, ഇപ്പം ഈ റിവറിൻ്റെ വെലോസിറ്റി കാരണം ഓനൊരു വെലോസിറ്റി ഉണ്ടാവും. റിവറിൻ്റെ വെലോസിറ്റി കമ്പൈൻ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടൻ്റ് എങ്ങോട്ട് വരണം, ഡയറക്റ്റ് ഓപ്പോസിറ്റ് എത്തണമെങ്കിൽ റിസൾട്ടൻ്റ് എങ്ങോട്ട് വരണം, ഈ ഒരു വെർട്ടിക്കൽ ഡയറക്ഷനിൽ വരണം. അപ്പോൾ അതാണ് എന്ത്, ആ രണ്ടാമത്തെ സെൻറ്റൻസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സെൻറ്റൻസ് വായിച്ചിട്ട് ആ ഒരു സാധനം കൺക്ലൂഡ് ചെയ്യാൻ നമുക്ക് എന്താക്കണം, പറ്റണം. അതായത് റിവർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ സ്വിമ്മർ ചാടുമ്പോൾ എന്താവും, നേരെ ചാടുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, റിവറിൻ്റെ ഫ്ലോ ഇങ്ങോട്ടുണ്ട്, ഇയാൾ ഇങ്ങോട്ട് ചാടുകയാണെങ്കിൽ റിസൾട്ടൻ്റ് എന്താ, രണ്ട് വെക്ടറിൻ്റെ ഇടയിൽ കൂടി ഇങ്ങോട്ടാണ് പോവുക. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ റിസൾട്ടൻ്റ് കറക്റ്റ് ഓപ്പോസിറ്റ് ഇട്ടാണെങ്കിൽ ഒരു വെക്ടർ ഇങ്ങോട്ടുണ്ട്. അപ്പം മറ്റേ വെക്ടർ സ്വാഭാവികമായിട്ട് എന്താവണം, ഈ വെക്ടറിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വരണം. കാരണം രണ്ടിൻ്റെ റിസൾട്ടൻ്റ് അതിൻ്റെ ഇടയിൽ കൂടി വരണം. അപ്പം ഇത് വെർട്ടിക്കലി ഇങ്ങോട്ട് വരണമെങ്കിൽ റിവർ ഇങ്ങോട്ടാണ് ഫിക്സ്ഡ് ആണ്. അപ്പം മറ്റേ ആൾ എന്താണ്, ഈ ഒരു ഡയറക്ഷനിൽ ചാടണം എന്ന് മനസ്സിലാക്കുക. അപ്പം അത്രയും നമുക്ക് എന്താകണം, ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണം. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ റിവർ എന്തുണ്ട്, ഇങ്ങോട്ടുണ്ട്, റിസൾട്ടൻ്റ് എന്താണ്, ഇങ്ങോട്ടാണ്, റിസൾട്ടൻ്റ് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇതെന്താണ്, മാൻ ചാടുന്ന വെലോസിറ്റി. അപ്പോൾ റിവറിൻ്റെ വെലോസിറ്റി നമുക്കറിയാം എന്ത്,
3 km/h ആണെന്നറിയാം. മാൻ്റെ വെലോസിറ്റി എത്ര അറിയാം? 5 km/h ആണെന്നറിയാം. ഈ ആംഗിൾ നമുക്ക് അറിയില്ല, തീറ്റ നമുക്ക് അറിയില്ല. അപ്പോൾ റിസൾട്ട് തന്നെ എങ്ങോട്ട് വരണം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് വരണം എന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താകണം, ഈ രണ്ട്, അപ്പോൾ നമ്മളെ അടുത്തുള്ള വെക്ടർ ഏതൊക്കെ? ഒന്നാ മാൻ്റെ വെലോസിറ്റി, ആ റിവറിൻ്റെ വെലോസിറ്റിയാണ് നമ്മുടെ വെക്ടർ. അതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻ്റ് എന്നാൽ കറക്റ്റ് ഈ ഒരു ഡയറക്ഷനിൽ വരണം. അപ്പോൾ നമ്മൾ രണ്ടിൻ്റെയും റിസൾട്ട് എന്ന് പറയുമ്പോൾ രണ്ടിൻ്റെയും സമ്മ് കാണാം. അപ്പോൾ രണ്ടിൻ്റെ വെക്ടർ സമ്മ് കാണാം. അപ്പോൾ വെക്ടർ സമ്മ് കാണാൻ എന്താക്കുക, ഇത് ഈ ഡയറക്ഷനിലാണ് റിസൾട്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതാക്കുക, ഒന്ന് എക്സ് ഇങ്ങോട്ടും ചൂസ് ചെയ്യുക, ഇതെന്താക്കുക വൈയും ചൂസ് ചെയ്യാം. അപ്പോൾ റിവറിൻ്റെ എക്സ് കമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, റിവറിൻ്റെ എക്സ് കമ്പൗണ്ട് ജസ്റ്റ് വി റിവർ തന്നെ വരും, അതായത് 3 km/h തന്നെ വരും. ഇനി ഇതിൻ്റെ വൈ കമ്പൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ വൈ ഡയറക്ഷനിലേക്ക് 90 ഡിഗ്രി ആണ്, കോസ് 90 ഡിഗ്രി 0 വരും. അപ്പോൾ വി റിവറിൻ്റെ വൈ കമ്പൗണ്ട് എന്തായാലും 0 വരും. ഇനി മാൻ്റെ 5 km ഇങ്ങോട്ടുണ്ട്, അതിൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക? തീറ്റ മാറിയിട്ടാണ് വൈ കമ്പൗണ്ട് ഉള്ളത്. അപ്പം വി മാൻ്റെ വൈ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 5 × cos തീറ്റ എന്ന് വരും. ഇനി മാൻ്റെ എസ് കമ്പൗണ്ട് എന്താ വരിക? ഇങ്ങോട്ട് എന്താ പറയുക, 90 - തീറ്റ മാറിയിട്ടാണുള്ളത്. അപ്പം വി മാൻ്റെ എസ് കമ്പൗണ്ട് ഇനി നെഗറ്റീവ് ഡയറക്ഷനിലല്ലേ പോയിന്റ് ചെയ്യുന്നത്. അപ്പം -5 × cos of 90 - തീറ്റ പറയുമ്പോൾ ജസ്റ്റ് സൈൻ തീറ്റ എന്ന് വരും. അപ്പം എസ് കമ്പൗണ്ടായി വൈ കമ്പൗണ്ടായി. ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ശ്രദ്ധിച്ചാൽ രണ്ടിൻ്റെ റിസൾട്ട് എന്താവണം, ഈ ഒരു ഡയറക്ഷനിൽ വൈ ഡയറക്ഷനിൽ വരണം. അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്താ, എസ് ഡയറക്ഷനിൽ എന്താവണം, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരണം. അതായത് റൈറ്റിലോട്ടുള്ള റിവറിൻ്റെ വെലോസിറ്റി എന്തിനും ഈക്വലാണ്, ലെഫ്റ്റ് സൈഡിലോട്ടുള്ള എക്സ് ഡയറക്ഷനിൽ ലെഫ്റ്റ് സൈഡിലോട്ടുള്ള മാൻ്റെ വെലോസിറ്റിൻ്റെ കമ്പൗണ്ടിന് ഈക്വലാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 5 sin തീറ്റ, അതായത് -5 sin തീറ്റ, മറ്റേ എക്സ് എന്താ 3 km അല്ലേ, 3 ഈക്വൽ എന്താണ് 0 വരണം. അതായത് സൈൻ തീറ്റ ഈക്വൽ എന്തായാലും മൈനസ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും, 3/5 വരും. അപ്പം ഇവിടെ നമുക്ക് എന്ത് ഏത് ആംഗിളിലാണ് ചാടേണ്ടതെന്ന് കിട്ടി. ഇനി അപ്പോൾ ഇത് കിട്ടി. അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ റിസൾട്ടൻ്റ് എന്താ വരിക, റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷനിലാണ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡയറക്ഷനിൽ വൈ കമ്പൗണ്ട് ആണ്. അപ്പോൾ വൈ കമ്പൗണ്ട് എന്തുണ്ട്, റിവറിന് വൈ കമ്പൗണ്ട് ഇല്ല. പിന്നെ മാൻ്റെ വൈ കമ്പൗണ്ട് എന്താ വരിക, 5 × cos തീറ്റ ആണ് വരിക. അപ്പം നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, റിസൾട്ട് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലെ നെറ്റ് വെലോസിറ്റി, അതെന്താ വരിക, ജസ്റ്റ് മാൻ്റെ വൈ കമ്പൗണ്ട് അല്ല വരിക, ബി മാൻ വൈ, അതായത് എന്താ വരിക 5 × cos തീറ്റ ആണ് വരിക. അപ്പോൾ സൈൻ തീറ്റ 3/5 എന്ന് കിട്ടിയത്. അപ്പോൾ സൈൻ തീറ്റ 3/5 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ കോസ് തീറ്റ എങ്ങനെ കിട്ടാം, നമ്മളൊരു ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റ, സൈൻ തീറ്റ 3/5, അതായത് ഓപ്പോസിറ്റ് 3, ഹൈപ്പോട്ടനസ് 5. അങ്ങനെയാണെങ്കിൽ ഇതെന്താ വരിക, 5² √5² -3², അതായത് 4 വരും. 3, 4, 5 എന്ന് പറഞ്ഞാൽ ഒരു ഐഡൻറ്റിറ്റി, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം കോസ് തീറ്റ എന്താ വരും, ഇവിടെ നിന്ന് ഇതെന്ത് വരും, 3/5 എന്ന് വരും. അപ്പം റിസൾട്ടൻ്റ് എന്താ വരിക, ജസ്റ്റ് 3 എന്ന് വരുന്ന കാണാം. അതായത് 5 × 3/5 എന്ന് പറയുമ്പോൾ എന്താ വരിക, 5 5 ക്യാൻസൽ ചെയ്ത് ലാസ്റ്റ് എന്ത് വരും, 3 എന്ന് വരും. അപ്പോൾ അലോങ് വാട്ട് ഡയറക്ഷൻ മസ്റ്റ് സിമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വരിക, സൈൻ തീറ്റ = 3/5, തീറ്റ = sin inverse of 3/5 എന്ന് വെക്കാം. ഇനി വാട്ട് ഷുഡ് ബി റിസൾട്ടൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസൾട്ടൻ്റ് എന്താണ്, ഈ ഡയറക്ഷനിലാണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതെന്താ വരിക, 5 × cos, നെറ്റ് റിസൾട്ടൻ്റ് വൈ ഡയറക്ഷനിലല്ല. അപ്പോൾ വൈ ഡയറക്ഷനിൽ ആകെയുള്ളത് എന്താ, ഇത് മാത്രമേ ഉള്ളൂ, റിവറിന് എന്തില്ല, വൈ ഡയറക്ഷനിലില്ല. അപ്പം 5 × cos തീറ്റ ആണ് എന്ത് വരിക, വൈ ഡയറക്ഷനിലെ റിസൾട്ടൻ്റ് വരിക. അത് തീറ്റ നമുക്ക് ഫസ്റ്റത്തെ ഇതിൽ എന്ത് കിട്ടും, കോസ് തീറ്റൻ്റെ വാല്യൂ 4/5 എന്ന് കിട്ടും. കോസ് തീറ്റൻ്റെ വാല്യൂ 4/5 എന്ന് കിട്ടും. സോറി, ഇവിടെ 3/5 അല്ല, 4/5 എന്ന് കിട്ടും. അപ്പം ഇതിൻ്റെ ആൻസർ എന്താ പറയുക, റിസൾട്ടൻ്റ് എന്താ വരിക, അപ്പോൾ 5ഉം ക്യാൻസൽ ആയി ലാസ്റ്റ് എന്ത് വരും, ജസ്റ്റ് 4 എന്ന് വരും. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി വിചാരിക്കുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കൂടി ഉദ്ദേശം എന്താ വെച്ചാൽ ആ വെക്ടർ അഡീഷൻ്റെ കോൺസെപ്റ്റ് പിന്നെ ഓരോ ക്വസ്റ്റ്യനിലും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിച്ചത്. അപ്പം വീഡിയോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഇനി അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതെന്താ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇനി എന്താ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താകും, ഈ ഐഡിയ എങ്ങനെ യൂസ് ചെയ്യണം ഇനി ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്താകും, കൂടുതൽ എന്താകും, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, എവിടെ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ എന്താ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും, ഒന്ന് ഡെവലപ്പ് ആയി വരും.
അപ്പോൾ ഇതാണ് നിങ്ങൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയി വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.